Spirit. I love you. I love you. I praise you. I adore you. Glorify thy name in all the earth. Glorify thy name. Glorify thy name. Glorify thy name in all the earth. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, glory, aradhana, hallelujah. Hallelujah, hallelujah, glory, aradhana, hallelujah. Hallelujah, glory, hallelujah, glory, hallelujah, hallelujah, hallelujah. Amen, hallelujah, hallelujah. Hallelujah, glory. Hallelujah, glory, hallelujah, glory. Hallelujah, glory. Hallelujah, hallelujah, hallelujah. Hallelujah, glory, hallelujah, glory. Hallelujah, glory, hallelujah, hallelujah. Hallelujah, glory, ആരാധന, ആരാധന. യേശുവേ നന്ദി, ആരാധന. യേശുവേ, 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 ആരാധന, 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 ആരാധന. Hallelujah, 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 glory. Hallelujah, glory, hallelujah, hallelujah. Amen, hallelujah, hallelujah, hallelujah. എല്ലാവരും Hallelujah, amen, glory. Hallelujah. സർവസ്വം മുൻപിലാണച്ചു കുമ്പിടുന്നു ജീവനുമെന്റെ സർവസ്വം മുൻപിലാണച്ചു കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory, hallelujah, 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 hallelujah.
ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. May glory, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. പിതാവിൽ നിന്നും പുറപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങി ശക്തിയും കരുത്തും ബലവും നിന്റെ ആത്മാവിൽ പകരട്ടെ. Receive the Holy Spirit. Receive the power. Glory. May the Lord touch you, fill you, heal you, make you free and strong. Glory. Davide. Amen. Receive it. Amen. Receive. Amen. 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 Glory. Amen. Glory. Glory. കൂടാരം മുഴുവൻ നിറയട്ടെ. Amen. Glory. നിറയട്ടെ. പിതാവിൻ്റെ അഗ്നി, പിതാവിൻ്റെ ശക്തി. Amen. Glory. സഹോദരന്മാരെ പുറകിൽ Amen. Amen. Glory. നിങ്ങൾ കർത്താവിന് വേണ്ടി വന്നവരാണ്. നിങ്ങൾ കർത്താവിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി യുദ്ധത്തിന് വേണ്ടി വന്നവരാണ്. നിങ്ങൾ യുദ്ധവീരന്മാരായി തീരട്ടെ. യുദ്ധവീരന്മാരായി തീരട്ടെ. ശക്തിയും കരുത്തും കൊണ്ട് നിറയട്ടെ. അവൻ്റെ ദാസിലൂടെ ഇറങ്ങി വന്ന അഭിഷേകം ഓരോ ആത്മാവിലും അഗ്നിയായി കത്തട്ടെ, ജ്വലിക്കട്ടെ. Amen. Glory. 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 Fire on you. Amen. Glory. Amen. Glory. Amen. Glory. Amen. Glory. Amen. Glory. Amen. Glory. നിറയട്ടെ, 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 നിറയട്ടെ. Amen. 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 Glory. Glory. Hallelujah. Glory. Hallelujah. Glory. Hallelujah. Glory.
സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓരോ നാവിലും തീക്കട്ടെ, പതിക്കട്ടെ. ഓരോ അധരവും ശുദ്ധീകരിക്കപ്പെടട്ടെ. തന്നെ പ്രഘോഷിക്കാൻ, അവിടുത്തെ വചനം പ്രഘോഷിക്കാൻ എൻ്റെ അഭിഷേകം ഉണരട്ടെ, ആത്മാവ് ഉണരട്ടെ. താവിൻ്റെ അഗ്നി തന്നെ നാവിൽ കത്തട്ടെ, ചോലിക്കട്ടെ. ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി. അന്യഭാഷയിൽ പുറപ്പെടട്ടെ. ഒരു നാവിലും തീക്കട്ട, തീക്കട്ട, തീക്കട്ട. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഗ്നി, അഗ്നി, അഗ്നി. ഹല്ലേലൂയ, ഗ്ലോറി. Hallelujah, glory, 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 amen, amen, hallelujah, glory, hallelujah, glory, amen, glory, amen, glory, amen, glory, amen, glory, amen, glory, amen, glory, tu baras tabula, amen, tu la bahata rama, amen, glory, amen, tu sabarata. Amen, glory, amen, glory, amen, glory, amen, glory, amen, glory, amen, glory, amen, 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 glory, amen, tu baras, amen, glory, amen, 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 tu, amen, glory, amen, glory, amen, glory, amen, glory, rahata rabahata, amen, amen, glory, amen, glory, hallelujah. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, ഗ്ലോറി, ആമേൻ, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി. ഇരുകൈകളും ശിരസിൽ വയ്ക്കുക. കർത്താവിന്റെ വാഗ്ദാനം, you will receive power when the Holy Spirit has come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഏറ്റു പറയുക, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. ഏറ്റു പറയുക, ഏറ്റു പറയുക. ശാന്തമാകാം. നിങ്ങൾ പറഞ്ഞ വചനം നിന്റെ ഒരു മാംസം ധരിക്കട്ടെ. കാത്തു നിൽക്കുക, ആ ശക്തി പകരപ്പെടാൻ വേണ്ടി. ഗ്ലോറി, ഗ്ലോറി. Upon you, നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ മേൽ. Receive it. Receive it. Be filled and be free. സ്തോത്രം, സ്തോത്രം, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഗ്ലോറി.
Glory, hallelujah, glory, hallelujah, glory, hallelujah, glory. പിതാവ് ഉന്നതത്തിൽ നിന്നും ജ്ഞാനത്തെയും വചനത്തെയും പരിശുദ്ധാത്മാവിനെ അയച്ച് അവിടുത്തെ ജനത്തെ ശക്തരാക്കണമേ, കരുത്തരാക്കണമേ. വിശ്വസ്വർഗത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. ഏറ്റു പറയാം, വിശ്വസ്വർഗത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പിതാവേ എനിക്ക് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടത്ത് വസിക്കുകയും എല്ലാം അധ്വാനിക്കുകയും ചെയ്യട്ടെ. അവൾ എന്നോടത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. കത്തിപ്പടരട്ടെ, 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 ആത്മാവിൽ കത്തിപ്പടരട്ടെ, ആത്മാവിൽ കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ, ഉണരട്ടെ, 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 ഉണരട്ടെ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകും. സ്വതമുയർത്തി, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകും. കൈകളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. കർത്താവേ, എൻ്റെ ഹൃദയക്ഷതങ്ങളെ സുഖപ്പെടുത്തിയാലും എനിക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട യേശുവിൻ്റെ ഓരോ മുറിവിൻ്റെ യോഗ്യതയാൽ എൻ്റെ ഹൃദയക്ഷതങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ മനസ്സിനേറ്റ മുറിവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പകളായി മറ്റു മനുഷ്യരുടെ വാക്കുകളിലൂടെ കടന്നു വന്ന എല്ലാ വിഷവും എല്ലാ മുറിവുകളും എൻ്റെ ഹൃദയത്തെ വിട്ടുപോകട്ടെ, മനസ്സിനെ വിട്ടുപോകട്ടെ. എല്ലാ സൗഖ്യമുണ്ടാകട്ടെ. എല്ലാ പൈശാചികളും വിട്ടുമാറട്ടെ. എല്ലാ പൈശാചി ശക്തികൾ വിട്ടുമാറ്. മനസ്സിനെ വിട്ടുമാറ്, ഓർമ്മകളെ വിട്ടുമാറ്, ചിന്തകളെ വിട്ടുമാറ്. സൗഖ്യമുണ്ടാകട്ടെ. എല്ലാ ഭീരുതങ്ങൾ വിട്ടുമാറട്ടെ. ധൈര്യമുണ്ടാകട്ടെ. ധൈര്യം പ്രാപിക്കട്ടെ. തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പാ സ്തോത്രം, നന്ദി അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, അങ്ങേക്ക് മഹത്വം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ചേർന്ന്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകും. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ മരണമൂലം വേറെ പിരിഞ്ഞവരെല്ലാം താൻ കൊടുക്കാം. ഇനിയും രക്ഷപ്പെട്ടിട്ടില്ലാത്ത ബന്ധനസ്ഥരായ ഓരോ ആത്മാക്കൾ, നഷ്ടപ്പെട്ടവർ, പിശാചിനാൽ സാത്താനാൽ ബന്ധിക്കപ്പെട്ട് അടിമത്തിലായി ആയിരിക്കുന്ന അശുദ്ധാത്മാക്കളായിരിക്കുന്ന ആത്മാക്കൾ, സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുള്ള
സ്പിരിറ്റ് ജീസസിൻ്റെ നാമത്തിൽ അധികാരത്തിൽ കൽപ്പിക്കുന്നു, സകല അടിമകളും തലമുറകളും കീഴടങ്ങട്ടെ. ഈ ദേശത്ത് ഇറങ്ങി വന്നിട്ടുള്ള ഒരു അഭിഷേകം കഴിഞ്ഞ കാലങ്ങളിൽ വലിയ അത്ഭുതകരമായ വീര്യപ്രവൃത്തി നടത്തി ഈ ദേശത്ത് നടത്തിയെടുത്ത അഭിഷേകം സ്പിരിറ്റ് ഇൻ ജീസസ് വീണ്ടും അഗ്നിയായി മാറി കത്തിപ്പടരട്ടെ, ജ്വലിക്കട്ടെ. കർത്താവേ, എല്ലാ ആത്മാക്കളും കീഴടങ്ങട്ടെ, എല്ലാ അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു, എല്ലാം കീഴടങ്ങട്ടെ. എല്ലാ അടിമകളെ ബന്ധിക്കുന്നു, എല്ലാ തലമുറകളെ ബന്ധിക്കുന്നു, എല്ലാ പിശാചുകളെ ബന്ധിക്കുന്നു, സകല പാമ്പുകളെ ബന്ധിക്കുന്നു, സകല തേളുകളെ ബന്ധിക്കുന്നു, ശത്രു സകല ശക്തികളെ ബന്ധിക്കുന്നു. കീഴടങ്ങട്ടെ, സകല മുട്ടുകളും മടങ്ങട്ടെ. യേശു കർത്താവാണ്, യേശു രാജാവാണ്, യേശു അത്യുന്ന സർവശക്തനുമായ ദൈവമാണ്. യേശുവിൻ്റെ നാമം സകല നാമത്തിന് ഉപരിയ നാമമാണ്, അധികാരമുള്ള നാമം, ശക്തിയുള്ള നാമം, ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ, എല്ലാ മുട്ടുകളും മടങ്ങട്ടെ. പിതാവായ ദൈവം യേശുവിൻ്റെ നാമത്തെ എല്ലാ നാമത്തും ഉപരിയ നാമത്തെ ഉയർത്തിയിരിക്കുന്നു. ആ നാമത്തും മറ്റെല്ലാ നാമങ്ങളും കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. തന്നെ ശ്രദ്ധിക്കാം, കൈ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ശ്രദ്ധിക്കുന്ന ദൈവമേ, നന്ദി, സ്തോത്രം, സ്തോത്രം. സകല മരിച്ചവരിലേക്ക് തന്നെ വചനം കടന്ന് ചെല്ലട്ടെ, സമകുടീരങ്ങൾക്ക് തന്നെ വചനം കടന്ന് ചെല്ലട്ടെ, തടവറകൾ തുറക്കപ്പെടട്ടെ, അടിമകൾ കീഴടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ചു കൽപ്പിക്കുന്നു, സകല ആത്മാക്കളും കീഴടങ്ങട്ടെ, സകല തലമുറകളും കീഴടങ്ങട്ടെ. ഈ ദേശത്ത് മരിച്ചു പോയിട്ടുള്ള, ഈ ജില്ലയിൽ, ഈ സംസ്ഥാനത്ത്, ഇന്ത്യ രാജ്യത്ത്, ലോകത്തിന് വിവിധ രാജ്യങ്ങൾ, വിവിധ ദേശങ്ങളിൽ മരിച്ചു പോയിട്ടുള്ള, രക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന എല്ലാവരും ബന്ധിച്ച് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ വിശ്വസിക്കട്ടെ, യേശുവിൻ്റെ നാമത്തെ അവർ അറിയട്ടെ, യേശു നാമത്തിൻ്റെ അധികാരം അവർ അറിയട്ടെ, യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്ന് അവർ അറിയട്ടെ, അവിടുന്ന് ഏക സത്യ ദൈവം എന്ന് അവർ അറിയട്ടെ, അവർ യേശുവെ വിശ്വസിക്കട്ടെ, വിളിച്ചപേക്ഷിക്കട്ടെ. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസ നിമിത്തം അവർക്കെല്ലാം പാപമോചനം ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസ നിമിത്തം സകല യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ അടിമകൾക്കും ആത്മാക്കൾക്കും പാപമോചനം ലഭിക്കട്ടെ. അവരെല്ലാം യേശുവിനെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ. യോഹന്നാൻ 5, 26, 27, 28 വചനങ്ങളിൽ കർത്താവ് നൽകിയ വാഗ്ദാനം, മരിച്ചവർ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. ഇത് നിങ്ങൾ വിസ്മയിക്കേണ്ടതെന്നാൽ കലറുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധി ഉയർപ്പിനായും പുറത്തു വരും. കർത്താവിൻ്റെ വചനം, അവിടുത്തെ ശബ്ദം, അവിടുത്തെ സ്വരം, അവിടുത്തെ വചനം മരിച്ചവർ കേൾക്കട്ടെ. ഭൂമിയിലെ പൂഴിലേക്ക് ചൂഴ്ന്നിറങ്ങട്ടെ, അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ, അന്ധകാര ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ, നരകത്തിൻ്റെ ആഴകളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ, ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ, സമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. സാത്താൻ്റെ സാമ്രാജ്യം കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. അവൾ നിന്റെ തല തകർക്കുമെന്ന ദൈവത്തിൻ്റെ പ്രവചനം മാംസം ധരിക്കട്ടെ. സ്ത്രീ അവശ്യ കന്യാമരത്തിലൂടെ സകല അടിമകളും കീഴടങ്ങട്ടെ. സാത്താൻ്റെ ശക്തിയിലേക്ക് സാമ്രാജ്യത്തിലേക്ക് കീഴടങ്ങുക, അധികാരികളെ കീഴടങ്ങുക, സകല മുട്ടുകളും മടങ്ങട്ടെ. തന്നെ ശ്രുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, 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 ആരാധന. അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ആരാധന, ഗ്ലോറി, ആരാധന, ഗ്ലോറി, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം, നന്ദി, മഹത്വം. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വം അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുള്ളവനെ, ശക്തിയുള്ളവനെ, കർത്താവ യേശു ക്രിസ്തുവേ,
കർത്താവ യേശു ക്രിസ്തുവേ, അങ്ങു മാത്രം കർത്താവ്, അങ്ങ് മാത്രം രാജാവ്, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം രാജാവ്, അങ്ങ് മാത്രം അത്യുന്നതൻ, അങ്ങ് മാത്രം ഏകരക്ഷകൻ, അങ്ങ് മാത്രം അത്യുന്നതൻ, അങ്ങ് മാത്രം ഏകരക്ഷകൻ. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. ആമേൻ, ഗ്ലോറി. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്. ആരാധന 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 യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Amen, glory, hallelujah, hallelujah, hallelujah. Ave Maria, Ave Maria, Ave Maria, Ave Maria, Ave Maria, Ave Maria. Ave Maria, 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 Ave
ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ശരീരത്തിൽ രോഗം അനുഭവിക്കുന്നു, സൗഖ്യം വേണം, കെട്ടിപ്പിടിക്കാം. താഴ്ത്തിയിടുക. എല്ലാവരും കേൾക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ തലമുറകളിൽ ഒരു 4 തലമുറ അല്ല 5, 6, 7 തലമുറ പുറകോട്ട് വരെയും പറയുകയാണ്, മദ്യപാനം ചെയ്ത മദ്യപാനികളായിട്ട് ജീവിച്ച് മരിച്ചുപോയ നിങ്ങളുടെ എല്ലാ പിതാക്കന്മാരെ ഓർമ്മിക്കുക. പക്ഷെ നിങ്ങളോ നിങ്ങളുടെ പിതാവോ മദ്യപാനികളല്ല. പക്ഷെ വല്യപ്പൻ മദ്യപാനി ആയിരിക്കാം, ഇല്ല വല്യപ്പൻ മദ്യപാനിയല്ല, അതിന് മുകളിൽ അപ്പൻ മദ്യപാനി ആയിരുന്നിരിക്കാം. നമുക്കറിയില്ല. നമുക്കറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് വന്നിട്ടുള്ള ആ മദ്യപാനത്തിൻ്റെ പൈശാചിക സ്വാധീനങ്ങളെ വേരോടെ പിഴുതെറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ സമയത്തൊക്കെ എന്ത് രോഗമാണ് നിങ്ങൾക്ക് സുഖപ്പെടേണ്ടത് നിങ്ങൾ ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് എന്ത് രോഗമാണ് സുഖപ്പെടേണ്ടത് നിങ്ങൾ ഓർക്കണം. ഇനി പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ പരിശോധിച്ച് നോക്കണം ആ രോഗം വിട്ടുപോയോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം ഞാനൊരു വേരാണ് പറിക്കുന്നത്, മദ്യത്തിൻ്റെ വേര്. അത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ശാരീരികമായ രോഗങ്ങൾ വിട്ടുമാറാതെ തലവേദന, മൈഗ്രെയിൻ, കുടിഞ്ഞി, അതുപോലെ ആസ്മ, ഹൃദ്രോഗം, ഉദരസംബന്ധ രോഗങ്ങൾ, സന്ധിബന്ധ രോഗങ്ങൾ, പല രീതിയിൽ പതിവായിട്ട് സ്ത്രീകളിൽ പല രീതിയിലാണ് വരുന്നത്. കാരണം അവർ മദ്യപാനത്തിന് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വന്ന മദ്യത്തിൻ്റെ സ്വാധീനം അതിൽ പ്രകടമാകുന്നത് രോഗങ്ങളായിട്ടായിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ വൈകാരിക തലങ്ങളിൽ വലിയ ഞെരുക്കങ്ങളും വേദനകളും പീഡകളുമായിട്ട് അവർക്ക് അനുഭവിക്കപ്പെടുന്നത്. വലിയ ഭയങ്കരമായ ടെൻഷൻ, ഭയം, ആകുല ചിന്തകൾ, ഉത്കണ്ഠ, ഇങ്ങനെ വൈകാരിക തലത്തിൽ അവർ ഭയങ്കരമായിട്ട് ഞെരുക്കപ്പെടും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നിലൊരു മദ്യപിച്ചു, ആ സ്വാധീനം അവരെ കൊണ്ട് മദ്യപിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ആസക്തികൾക്കൊരു അടിമകളാക്കുകയാണ്. രോഗങ്ങൾ, ആസക്തികൾ പല രീതിയിലാണ് അത് പ്രകടമാകുക ഓരോരുത്തരിലും. നമ്മളിലേക്ക് വന്നിട്ടുള്ള ആ വേര് പറിക്കുകയാണ് ഇപ്പോൾ. വലത് വീഴ്ത്തി പിടിക്കാം, വലതുകര മാത്രം വീഴ്ത്തി കണ്ണുകളടയ്ക്കുക. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരെയും തലമുറകളിൽ മദ്യപാനികളായിട്ട് ജീവിച്ച് മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കന്മാരുണ്ട്. പക്ഷേ അവർ വലിയ മദ്യപാനികളായിരുന്നു. എന്നാൽ ചിലർ പലപ്പോഴും കുടിച്ചിരുന്നു. കർത്താവിൻ്റെ വചനം, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് അറിഞ്ഞുകൂടെ, ഈ ആലയത്തെ നശിപ്പിക്കുന്നതിൻ്റെ ദൈവം നശിപ്പിക്കും. എന്താ, ഈ ആലയം നിൻ്റെ സ്വന്തമല്ല, ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തിൽ ഞാൻ അറിയാതെ പകരപ്പെട്ട് കടന്നു പോകുന്ന തലമുറകളുടെ പാപങ്ങളും ശാപങ്ങളും പൈശാചിക ബന്ധനങ്ങളും കർത്താവിനെ സമർപ്പിക്കുകയാണ്. ഇന്നും എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല വ്യക്തിത്വമില്ലാതെ എൻ്റെ മാനസിക തലത്തിൽ, ശാരീരിക തലത്തിൽ, ആത്മീയ തലത്തിൽ ഞെരുക്കപ്പെടുകയാണ്. ദൈവമേ, എൻ്റെ പിതാക്കന്മാർ മദ്യപാനം ചെയ്തതിലൂടെ അതിൻ്റെ ഭീകരത എത്ര വലുതാണ് എന്ന് മനുഷ്യൻ അറിയുന്നില്ല. ഇന്ന് അനേകർ മദ്യപാനം ജീവിക്കുന്നവരാണ് ലോകത്തിൽ. അവരവരുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്ന നാശം എത്ര വലുത് അവർ അറിയുന്നില്ല. പരിശുദ്ധാത്മാവേ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും മേൽ തലമുറ വഴി കടന്നു വന്ന മദ്യത്തിൻ്റെ വേരുകളെ ഞാൻ ബന്ധിച്ച് സമർപ്പിക്കുകയാണ്. ആരാണതിൻ്റെ തുടക്കം കുറിച്ച തലമുറകൾ, ആ പിതാക്കന്മാരെ, മാതാക്കളെ ബന്ധിക്കുകയാണ്. കള്ളു കുടിച്ച് ജീവിച്ചവര്, അല്ലെ മറ്റു വിദേശ മദ്യങ്ങൾ കുടിച്ചവര്, അങ്ങനെ മദ്യപിച്ച എല്ലാവരെയും ബന്ധിക്കുകയാണ്. ആത്മാക്കളൊക്കെ ബന്ധിക്കുകയാണ്. അവർ പകർന്നു കൊടുത്ത മദ്യത്തിൻ്റെ സ്വാധീനം തലമുറകളായിട്ടത് പകരപ്പെട്ട് മദ്യപാനികളായിട്ടോ രോഗികളായിട്ടോ മാനസിക രോഗികളായിട്ടോ
ശാരീരികമായ രോഗങ്ങളായിട്ടോ പാരമ്പര്യമായ ശാപങ്ങളായിട്ടോ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവരിലേക്ക് കടന്നുപോയിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ സ്വാധീനങ്ങളെ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയിലുവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിലും ബന്ധിക്കുന്നു. ആ പൈശാചിക സ്വാധീനങ്ങളെ പിഴുതെറിയുന്നു. വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ, വിട്ടുമാറ്, വിട്ടുമാറട്ടെ. ഹൃദയങ്ങളെ വിട്ടുമാറട്ടെ, മനസ്സിനെ വിട്ടുമാറട്ടെ, വിദ്വേഷം, കോപം, വെറുപ്പ് വിട്ടുമാറട്ടെ, വിട്ടുമാറ്. ശാരീരികമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ, വേദനകൾ വിട്ടുമാറട്ടെ, ആർത്രൈറ്റിസ് വിട്ടുമാറട്ടെ, എല്ലാ വാദരോഗങ്ങൾ ബന്ധിക്കുന്നു. വിട്ടുമാറ്, വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. മദ്യാസക്തികളെ ബന്ധിക്കുന്നു. മദ്യപാനം വഴി പകരപ്പെട്ട എല്ലാ രോഗങ്ങളെ ബന്ധിക്കുന്നു. ഓരോരുത്തരും രക്തത്തിൽ നിന്നും വിട്ടുപോകട്ടെ, നടി ഞരമ്പുകളെ വിട്ടുപോകട്ടെ, മാംസപേശികളെ വിട്ടുപോകട്ടെ, അസ്ഥികളെ വിട്ടുപോകട്ടെ, സന്ധിബന്ധങ്ങളെ വിട്ടുപോകട്ടെ, മജ്ജയെ വിട്ടുപോകട്ടെ, ആന്തരിക അവയവങ്ങളെ വിട്ടുമാറ്, ശ്വാസകോശങ്ങളെ വിട്ടുമാറ്, ഹൃദയപേശികളെ വിട്ടുമാറ്, ആമാശയത്തെ വിട്ടുമാറ്, കുടലുകളെ വിട്ടുമാറ്, ഗർഭാശയത്തെ വിട്ടുമാറ്, കിഡ്നികളെ വിട്ടുമാറ്, ലിവറിനെ വിട്ടുമാറ്, ജനനേന്ദ്രിയങ്ങളെ വിട്ടുമാറ്, കൈകാലുകളെ വിട്ടുമാറട്ടെ, എല്ലാ സന്ധിബന്ധങ്ങളും വിട്ടുമാറട്ടെ, തലച്ചോറിലെ കോശങ്ങളെ വിട്ടുമാറ്, തലച്ചോറിലെ നാടി ഞരമ്പുകളെ വിട്ടുമാറ്. ഇതൊക്കെ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. നീ സൗഖ്യം അനുഭവിക്കട്ടെ, നീ സൗഖ്യങ്ങൾ അനുഭവിക്കട്ടെ. നീ പീഡിപ്പിക്കുന്ന പീഡ വിട്ടുമാറട്ടെ, വിട്ടുമാറ്, വിട്ടുമാറട്ടെ. കൈ തലവെച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ. മദ്യപാനത്തിൽ ജീവിച്ച് മരിച്ച എല്ലാ അടിമകളും കീഴടങ്ങ, എല്ലാ തലമുറയോട് കൽപ്പിക്കുക, കീഴടങ്ങ, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. മദ്യപന്മാരായി ജീവിച്ച് മരിച്ച അടിമകളെല്ലാം കീഴടങ്ങ, കീഴടങ്ങ. I command you to surrender the mighty name of Spirit in Jesus. സ്പിരിറ്റിന്റെ അധികാരത്തിൽ കൽപ്പിക്കുന്നു. എല്ലാ തലമുറകളും കീഴടങ്ങ. മദ്യപാനത്തിൽ കെട്ടപ്പെട്ട് നഷ്ടപ്പെട്ട അടിമകൾ കീഴടങ്ങ. നിങ്ങൾ തലമുറയിലേക്ക് പകർന്നു കൊടുത്ത പൈശാചിക ബന്ധനങ്ങളെ പിഴുതെറിയുന്നു. യെരമ്യാ 9:9 പിഴുതെറിയാനും ഇടിച്ച് തകർക്കാനും നശിപ്പിക്കാനും തകടം മറിക്കാനും നട്ടുപോലെടുത്താനും പടുതിരുത്താനും വേണ്ടി കർത്താവ് നൽകിയ അധികാരത്തിൻ്റെ ശക്തിയാൽ അതിന്മേൽ വേരോടെ പിഴുതെറിയുന്നു. ഹൃദയങ്ങളെ വിട്ടുമാറട്ടെ, ശരീരത്തെ വിട്ടുമാറട്ടെ, ഇന്ദ്രിയങ്ങളെ വിട്ടുമാറട്ടെ, അവയവങ്ങളെ വിട്ടുമാറട്ടെ. നീ സൗഖ്യം പ്രാപിക്കട്ടെ, നീ സ്വതന്ത്രനാകട്ടെ, നിനക്ക് ശാരീരികമായി സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ പക്ഷം മരച്ചതാൽ നീ കഴുകപ്പെടട്ടെ, അവിടുത്തെ മുറിവിനാൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സുഖം ആക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നീ സുഖം പ്രാപിച്ചിരിക്കുന്നു. യു ആർ ഹീൽഡ്. തന്നെ വീണ്ടും സ്തുതിക്കണം, കൈ തലവെച്ച് സ്തുതിക്കണം. ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദി, സ്തോത്രം, കൈക്കും മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന, സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. കൈയെടുത്തുകൊള്ളുക. ആർക്കാണ് എപ്പോഴും പെടലി വേദനയാണ്, ഇങ്ങനെ കൈവച്ച് താങ്ങാൻ പറ്റുന്ന ആരാണത്? ഒത്തിരി പേരുണ്ടോ? സ്ത്രീകളുടെ ഭാഗത്താണ് ചോദിക്കുന്നത്. പുരുഷന്മാരുടെ ഭാഗത്തുകൊണ്ട് ഞാൻ സ്ത്രീകളുടെ ഭാഗത്താണ് കണ്ടത്. കൈ ഇങ്ങനെ കഴുത്തി വെച്ച് ആ വേദന കാരണം, ദുസ്സഹമായ വേദന കൊണ്ട് മടുത്തു പോകുന്ന അതാരാണത്? അതിൽ കുറേ പേരുണ്ട്. ആ കൈബുക്കിരി കൊണ്ട് വാ, കൈബുക്കിരി മാത്രം വാ, ഓടിയോ. ആരെങ്കിലും സഹായിക്കാൻ നിൽക്കണേ. ആമേൻ, ഗ്ലോറി. വിട്ടുപോട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ഓടിയോ. സാരി തലയിലിട്ട് തല കവറി, സൗഖ്യം പ്രാപിക്കട്ടെ. പുറകെ ആരും നിൽക്ക്, ആരും നിൽക്കൂടെ. മാറും ഓടിയോ. ആമേൻ, ഗ്ലോറി. സൗഖ്യം പ്രാപിക്കട്ടെ. വിട്ടുപോട്ടെ.
ആമേൻ. സൗഖ്യം പ്രാപിക്കട്ടെ. പോട്ടെ. സൗഖ്യം പ്രാപിക്കും. സൗഖ്യം പ്രാപിക്കും. സൗഖ്യം ഉണ്ടാകട്ടെ. പുറകെ നിൽക്കണേ. ആമേൻ. സൗഖ്യം പ്രാപിക്കട്ടെ. നിങ്ങളുടെ പെടലിയെ തിരിച്ച് പരിശോധിക്കണമേ. സൗഖ്യം പ്രാപിക്കട്ടെ. ഓടി ഓടിയ സൗഖ്യമുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. ആമേൻ. ഗ്ലോറി. നിങ്ങൾ പരിശോധിച്ചറിയണം പുരുഷന്മാരാരാണ്. ആമേൻ. ഗ്ലോറി. സൗഖ്യം പ്രാപിക്കും. ആരെങ്കിലും പുറകിൽ നിൽക്കേ. ആമേൻ. ഗ്ലോറി. ആമേൻ. സൗഖ്യം പ്രാപിക്കട്ടെ. പെടലിക്കും ചെവിക്കും നടുവനും സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ. എന്താണ്? ഫ്രീ. സൗഖ്യം പ്രാപിക്കട്ടെ. നടുവേദന വിട്ടു. സൗഖ്യം പ്രാപിക്കട്ടെ. കുനി പെടലുവേദനയാ. അമ്മേ സൗഖ്യം ഉണ്ടാകട്ടെ. കുറേ നിൽക്കുക. നിങ്ങൾ കാഴ്ചക്കാരുടെ നിൽക്കല്ലേ. സൗഖ്യം പ്രാപിക്കട്ടെ. സ്തോത്രം. ഗ്ലോറി. ആമേൻ. സൗഖ്യം ഉണ്ടാകട്ടെ. ഇവിടെ സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. ആമേൻ. ഓടിക്കോ. ആമേൻ. സൗഖ്യം പ്രാപിക്കട്ടെ. നിങ്ങൾ പോയി മാറിപ്പോയിട്ട് നിങ്ങളുടെ പെടലി തിരിച്ച് നിങ്ങൾ ആ സൗഖ്യം അനുഭവിക്കണം. ആമേൻ. സൗഖ്യം പ്രാപിക്കട്ടെ. വിടാ സൗഖ്യം പ്രാപിക്കട്ടെ. വിട്ടുപോട്ടെ. ഓടിയോ ദേവം. ആമേൻ. സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യം ഉണ്ടാകട്ടെ. ഇതവിടെ ആ സ്ത്രീ സഹോദരി വേണം. ഓടിയോ. സൗഖ്യം ഉണ്ടാകട്ടെ. ആമേൻ. എന്തൊക്കെ വേദനയെന്ന് പറഞ്ഞത്? ഇവിടെ നോക്കിയേ. ചെവിക്കകത്ത് എന്താ പ്രശ്നം? ചെവിക്കകത്ത് കടിക്കുക. അമേൻ. വിട്ടുപോട്ടെ. ഇവിടെ ഈ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവലവനുണ്ടായിരുന്നു. സൗഖ്യമുണ്ടാകട്ടെ. വിട്ടുപോട്ടെ. രണ്ട് കാതിലും തുറക്കപ്പെടട്ടെ. ചെവി കട്ടിക്കുന്ന എല്ലാത്തിനും വിട്ടുമാറും. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വീകർത്താവും അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകും. വേറെ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ? വേറെ പ്രശ്നം? ഇപ്പം നേരെ നിൽക്കട്ടെ. നേരെ നിന്നേ. നട്ടില് നിവരട്ടെ. ശക്തി പ്രാപിക്കുക. നടന്നേ. കാല് ഉറപ്പിച്ച് നടന്നേ. അല്ല നടന്നു. തിരിച്ചോ. നേരെ നടന്നേ. കുനിയരുത്. നേരെ ബ്രോ. അമ്മേ പിടിക്കണ്ട. നടുന്ന് വരട്ടെ. നട്ടിലെ കശികളെല്ലാം നിവരട്ടെ. സ്വതന്ത്രമാട്ടെ. അമ്മേൻ. എല്ലാത്തിന്മേ വിട്ടുമാറട്ടെ. വീട്ടിലെ സ്വതന്ത്രമാ കഴിച്ച് സ്വതന്ത്രമാകട്ടെ. ആമേൻ. മുളയ്ക്ക് നോക്കി. നടു നോക്കി. പുറകോട്ട്. അല്ല അങ്ങനെയല്ല. മുന്നോട്ട്. തല മുന്നോട്ട് വെച്ച്. ഇങ്ങനെ വെച്ചു. നന്നായിട്ട് തല മാത്രം. ബോഡി ശരീരം മൂവ് ചെയ്ത് തല മാത്രം നന്നായിട്ട് കുനിഞ്ഞ് കുറച്ചുകൂടെ. വീണ്ടും പുറകോട്ട് തന്നെ നോക്കിക്കേ. അവിടെ തന്നെ നേരെ നിന്ന് പുറകോട്ട് നോക്കുക. ഏറ്റവും മാക്സിമം മുകളിലോട്ട്. പുറകിൽ ആളുണ്ട്. പേടിക്കണ്ട. വീഴില്ല. വീണ്ടും മുന്നോട്ട് വന്നേ. കാടിയലിൽ ഇവിടെ തൊടുന്ന രീതിയിൽ താഴട്ടെ. ഇനി താഴട്ടെ. പെണ്ണ് താഴട്ടെ. ഓക്കെ. ഇനി നേരെ
സൈഡിലേക്ക് തിരിച്ച്, സൈഡിലേക്ക്, ഈ സൈഡിലേക്ക്, ഇച്ചിരൂടെ, ഒന്നൂടെ മറുവശത്തേക്ക്. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി. ഇപ്പൊ എന്ത് ഫീൽ ചെയ്യുന്നു സഹോദരി? എങ്ങനെയുണ്ട്? എനിക്കറിയത്തില്ല ഇങ്ങോട്ട്. ഇപ്പൊ ശരീരത്തിന് എങ്ങനെയുണ്ട്? ശരീരത്തിന് കുഴപ്പമില്ല, അങ്ങനെ നിൽക്കുന്നു. അല്ലാതെ ഇങ്ങനെ എനിക്ക് പറയാനറിയാം. ഇപ്പം ശരീരത്തിൽ അറിയാൻ പറ്റില്ല വേദന ഉണ്ടോ ഇല്ലോ. ഒന്ന് കുനിഞ്ഞു നോക്കി, ഒന്ന് കുനിഞ്ഞ് ധൈര്യപൂർവ്വം കുനിഞ്ഞു. കർത്താവ് തൊട്ടുകൂടെ? നിവർന്നേ, നിവരുക. വീണ്ടും കുനിഞ്ഞു, കുനിയുക. ഇപ്പോൾ വേദന തോന്നുന്നുണ്ടോ? നടുവിൽ വേദന തോന്നുന്നുണ്ടോ? വേദന ഉണ്ടോ? നോക്കി, വേദന ഉണ്ടോ നോക്കി. എവിടെ? കൈയോടെ വെച്ച്, കൈയോടെ വെച്ചു. അമ്മേ, ഒരു നടുവേദന എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ഹിപ്പിനാണ് വേദന. ഈശോയുടെ നാമത്തിൽ അത് വിട്ടുപോകട്ടെ. വിട്ടു വിട്ടു. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകും. ഇപ്പൊ പെള്ളിക്ക് വേദനയുണ്ടോ? പെടലിക്ക് വേദനയുണ്ടോ? മാറി? നന്നായിട്ട് മാറി. ചെവി എങ്ങനെയുണ്ട്? ചെവി രണ്ടും ഇങ്ങനെ കടിക്കുവായിരുന്നു. അത് എപ്പോഴും ഇങ്ങനെ, എപ്പോഴും ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ചൊറിച്ചിലാണ്. ഈ ചെവി ചെറിയും, അത് കഴിയുമ്പോൾ ഈ ചെവി ചെറിയും. ഒന്നും കിട്ടുകയൊന്നുമില്ല, പോകാനൊന്നുമില്ല. ഇപ്പം ഒന്നും അറിയത്തില്ല ഒന്നും. ഇപ്പോഴേ ചെവി കടിയൊന്നും അറിയുന്നില്ല. ഒരാശ്വാസം തോന്നുന്നുണ്ടോ? ചെവിയിൽ ഒരാശ്വാസം ഉണ്ടോ? ചെവിക്ക് കുറവുണ്ട്, ആശ്വാസമുണ്ട്. ഇപ്പം ഇല്ല. ഹല്ലേലൂയ. പ്രധാനമന്ത്രിയോട് ഓക്കെ പൊയ്ക്കോളൂ. വേറെ ആരാണ് സുഖപ്പെട്ട ആള്? ഫുൾ ബോഡി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടു. എനിക്ക് നിവൃത്തിയില്ല. അത് കഴിഞ്ഞ് ചാമാശയം പരിശോധിക്കാൻ പറഞ്ഞു. അതിന് പോയി ശ്വാസകോശം പരിശോധിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നടന്നു മടുത്തു. അത് നടക്കുന്നില്ല. ആമാശം മുഴുവൻ കുരുക്കളാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ക്യാൻസറാണ് മുമ്പ് തുടങ്ങിയത്. 2000 ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ഞങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ അടുത്ത ദിവസം ചെന്നപ്പം പറഞ്ഞു, വയ്ക്കാൻ ചെയ്തപ്പം പറഞ്ഞു കുരുക്കൾ കണ്ടു, അതുകൊണ്ട് പിന്നെയും വയ്ക്കാൻ ചെയ്തു. ഇപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടോ? അപ്പം ഈ കാലിൻ്റെ മുട്ടിന് വേദനയായിട്ടാണ് ഞാൻ ചെന്നത്. അന്നേരമാണ് പറയുന്നത് ചെയ്യുമെന്ന്. ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? എന്താ തോന്നുന്നത്? ഇപ്പം തോന്നുന്നു മൊത്തം വേദനയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ശരീരം മുഴുവൻ വിറയ്ക്കുകയാണ്. കിലുകിലൊന്നും എനിക്കൊന്നും ആകാരം പോലും അങ്ങനെ കാര്യമായിട്ട് വേണം. ഇപ്പോൾ ഈ പ്രാർത്ഥിച്ച സമയത്ത് ശരീരത്തിൽ ഇപ്പോൾ വേദന ഉണ്ടോ? ശരീരത്തിൽ എനിക്ക് വയറ്റിനകത്ത് ഇങ്ങനെ നീറുമായിരുന്നു. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. താൻ്റെ അഭിഷേകത്തോടെ ഇറങ്ങിച്ചെല്ലട്ടെ. ഈ ഭക്ഷിച്ചിട്ടുള്ള അർപ്പിത വസ്തുക്കളെ ബന്ധിക്കുന്ന സ്വാധീനങ്ങളെ ബന്ധിക്കുന്നു. ഈ ലോകത്തിൻ്റെ എല്ലാ തിന്മഴ ശക്തിയെ ബന്ധിക്കുന്നു. കർത്താവ് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇവിടെ ധ്യാനം കൂടിയിട്ടുണ്ടോ? എവിടെ കൂടി? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിനക്ക് കൈ വേറെ വെച്ച് കൈകൾ ഉദരത്തി വയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. മരുന്ന് ലേപന ഔഷധവുമല്ല, കർത്താവ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ, വചനത്തിൻ്റെ അധികാരത്താൽ, സ്പിരിറ്റിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നീ ഇപ്പോൾ സ്വതന്ത്രയാകട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. അവൻ്റെ മുറിവിനാൽ, യേശുവിൻ്റെ മുറിവിനാൽ നീ സുഖം പ്രാപിക്കട്ടെ. നിനക്ക് സൗഖ്യത്തിന് അവകാശമുണ്ട്. ബി ഫ്രീ ആൻഡ് ബി ഹീൽ. എല്ലാ അർപ്പിത സ്വാധീനങ്ങൾ വിട്ടുപോട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകും. ആമേൻ. ഹല്ലേലൂയ. എന്ത് തോന്നുന്നു? വിട്ടുപോട്ടെ, തൊണ്ടയെ വിട്ടുപോട്ടെ, തൊണ്ടയിലെല്ലാം കിട്ടി വഴിഞ്ഞു പോട്ടെ. ശ്വാസകോശങ്ങൾ സ്വതന്ത്രമാകട്ടെ, തൊണ്ട സ്വതന്ത്രമാകട്ടെ. വിട്ടുപോട്ടെ. ആമേൻ. ബി ഫ്രീ. സൗഖ്യം ഉണ്ടാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാവുന്നു. ഇപ്പൊ എന്ത് തോന്നുന്നു? കാൽമുട്ടിന് വേദനയുണ്ട്. എത്ര നാളെ തുടങ്ങിയിട്ട്? കർത്താവേ, അവളുടെ കാൽമുട്ടുകളിലുള്ള മുട്ടിനിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞോ? മുട്ടിച്ചിരട്ടയ്ക്ക് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. കർത്താവേ, തേയ്മാനമുള്ള 2 കാൽമുട്ടുകളെയും ബന്ധിച്ചുകൊണ്ട് കർത്താവ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയും കരുത്തും അധികാരവും പ്രാവും ഇവിടുത്തെ പരിശുദ്ധാത്മാവ് വളരെ ശരീരത്തിൽ കടന്ന് ചെല്ലട്ടെ. കാൽമുട്ടിലേക്ക് കടന്ന് ഇറങ്ങിച്ചെല്ലട്ടെ. ആ വേദന വിട്ടുപോ. അനേകം കാലങ്ങളായിട്ട് മോളെ പീഡിപ്പിക്കുകയാണ് കാൽമുട്ട് വേദന. പരിശുദ്ധാത്മാവ ദൈവം നിന്റെ കാൽമുട്ടുകളിലേക്ക് സൗഖ്യമായിട്ട് കടന്നു വരുന്നു. നിനക്ക് വേണ്ടി യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. സൗഖ്യം പ്രാപിക്കട്ടെ. കാൽമുട്ടുകൾ സ്വതന്ത്രമാട്ടെ. കാൽമുട്ടുകൾ ഒരു കാലും നിലത്ത് കുത്തി മറ്റേ കാലും മടക്കി, ഒരു കാലം നിലത്ത് കുത്തി മറ്റേ കാലം മടക്ക്, 2 കാലം മാറി മാറി മടക്കിയോ. ആ വേദന എല്ലാം വിട്ടുപോകട്ടെ. മുടികളുടെ എല്ലാ ബന്ധനവും അഴിഞ്ഞു പോകട്ടെ. എൻ്റെ കാൽമുട്ടുകൾ സ്വതന്ത്രമാകട്ടെ. ജീവൻ ഉണ്ടാകട്ടെ. ജീവൻ നിറയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇപ്പം കാൽമുട്ടിന് വേദനയുണ്ടോ? നടന്നേ. കാല് തുറപ്പിച്ച് നടന്നേ. ധൈര്യത്തോടെ നടക്ക്. എനിക്ക് വേദന ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നടക്കരുത്. എൻ്റെ കാല തിരിച്ചു പോരെ. എൻ്റെ കാല വേദനയില്ല, ഈശോനെ സുഖപ്പെടുത്തുന്ന വിചാരിച്ച് തിരിച്ചു വാ. ആമേൻ. ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ. ഇപ്പം എന്ത് തോന്നുന്നു? ഓക്കെ. നിങ്ങളെ സുഖപ്പെട്ടവർ നോക്കിയ സുഖപ്പെട്ടവർ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സുഖപ്പെട്ടവർ എന്താ സംഭവിച്ചത്? അത് കൊടുത്ത് മൈക്ക് കൊടുത്ത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ഈ സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവിൻ്റെ ദാസം പ്രാർത്ഥിച്ചപ്പോൾ അതെനിക്ക് വിട്ടുമാറി പൂർണ്ണമായിട്ട് എനിക്ക് നല്ല സുഖം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നന്ദിവരുടെ ഹല്ലേലൂയ. ആമേൻ. നന്ദി, സ്തുതി, സ്തോത്രം. അങ്ങേക്ക് മഹത്വം. സ്തോത്രം. വേറെ ആരാണ് സുഖപ്പെട്ടവർ? ആദ്യം വരിക. ഇവിടെ കർത്താവിൻ എൻ്റെ പെടലിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യം എടുത്തിലും കിട്ടി. കർത്താവിന് നന്ദി. കുറച്ച് ദിവസങ്ങളായുള്ളൂ, തലയണ വയ്ക്കാതെ കിടന്നിട്ടാണ് ഓർത്തിരിക്കുകയായിരുന്നു. എനിക്ക് പെടലി വേദനയും തലവേദനയും ഉണ്ടായിരുന്നു. പെടലി വേദന വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഞെക്കി പിടിക്കും. അത് ഇങ്ങനെ മുകളിലോട്ട് കയറി തലവേദനയായിട്ട് ഒത്തിരി സമയം ഇങ്ങനെ ഒമിറ്റ് ചെയ്യും. കുറേ സമയം ഒമിറ്റ് ചെയ്താൽ മാത്രമേ ഫ്രീ ആകത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പം പെടലിയിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയ പോലെ തോന്നുന്നു. ഹല്ലേലൂയ. ഇനി മേലെ തിരിച്ചു വരരുത്. എന്നേക്കുമായി പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. ആമേൻ. യു ആർ ഫ്രീ. ഹല്ലേലൂയ. ഗ്ലോറി. കുറച്ച് ദിവസമായി എനിക്ക് പെടലിക്ക് ഭയങ്കര വേദനയാണ്. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഭയങ്കര ഇങ്ങനെ കുനിഞ്ഞാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഒരാഴ്ചയായിട്ട് ഇങ്ങനെ വിഷമിച്ചാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നടുവിന് വെട്ടലുമുണ്ട്. ഇപ്പോൾ ഈ കർത്താവിൻ്റെ ദാസം പാർത്ത സമയത്ത് ഒത്തിരി തീർത്തും മാറി. ഇനി ഒരിക്കലും തിരിച്ചു വരരുത്. ആമേൻ. ഹല്ലേലൂയ. പെടലിയുടെ ഈ സൈഡ് മൊത്തം ഭയങ്കര വേദനയായിരുന്നു. ഇങ്ങനെ തിരിക്കത്തില്ലായിരുന്നു, ഇങ്ങനെ പുറകോട്ടും ഇങ്ങനെ വെക്കത്തില്ലായിരുന്നു. ഇവിടെ എന്തോ ഇടറുന്ന പോലെ ഒരു വേദന എപ്പോഴും ഉണ്ടാകുമായിരുന്നു. അതിപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. നിങ്ങളുടെ പെടലിവേദന മാത്രമല്ല മറ്റു രോഗങ്ങൾ സുഖപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ കണ്ട കാഴ്ച ഇതാണ്. ആരോ ഇങ്ങനെ വെള്ളിക്ക് പിടിച്ച് ഇങ്ങനെ വേദന താങ്ങാനാവാതെ കർത്താവ് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കർത്താവ് കണ്ടതാണ് കാണിച്ചു തന്നത്. ഹല്ലേലൂയ. അപ്പോൾ നോക്കാം ദൈവം എത്ര കാരുണ്യവാനാണ്. അപ്പോൾ നമ്മുടെ ഓരോ രോഗങ്ങളും അവിടുന്ന് കാണുന്നു, കണ്ടിട്ടുണ്ട്. നമ്മൾ സുഖപ്പെടുത്താൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ സൗഖ്യം നമ്മൾ മേടിക്കണം.
മേടിക്കണം. ഹല്ലേലൂയ. ഇവിടെ പുരുഷന്മാർ ഞാൻ പ്രാർത്ഥിച്ച ആരോട് സുഖപ്പെട്ടവർ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നേരത്തെ മദ്യപാനികൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ വലിയൊരു എന്താ പറയുക ഭാരം വരുന്ന പോലെ, എൻ്റെ ഹൃദയത്തിനൊക്കെ വലിയ ഭാരം വരുന്ന ഒരു അനുഭവമായിരുന്നു. അതിന് ഡോമർ അതിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അതിനെല്ലാം തലമുറകളെ 7 തലമുറകളെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഈ നമ്മുടെ തലയുടെ ഈ ഭാഗത്ത് വേദന ഉള്ളവർ ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് 2-3 മാസമായിട്ട് ഈ തലയണയെല്ലാം വെക്കുമ്പോൾ ഇവിടെ ഭയങ്കര വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അതൊരു അനുഭവപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡോമർ അത് പ്രാർത്ഥിച്ച സമയത്ത്, ഇവിടെ ഞാൻ വന്ന് പ്രാർത്ഥിച്ച സമയത്ത്, അതിന് മുമ്പേ എൻ്റെ ശരീരത്തിൽ നിന്ന് അത് റിലീസാവുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇവിടുന്ന് ഡോമർ പെട്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഈ തലയുടെ ഇവിടുന്ന് ഒരു ഭാരം വിട്ടുപോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ശക്തി വിട്ടുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ശരീരം വലിയ ഫ്രീ ആയി. കർത്താവിന് നന്ദി പറയുന്നു. ഫ്രീ പൂർണ്ണമായി വിട്ടുപോട്ടെ. ആമേൻ. ഗ്ലോറി. നേരാണ്. എനിക്ക് പെടലിക്ക് വേദന ഉണ്ടായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് തലയ്ക്കകത്ത് വേദന, ഇപ്പോൾ ചുമയ്ക്കുമ്പോഴേക്കും വേദന, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, അതൊന്നും മാറുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് പ്രാർത്ഥിപ്പോൾ പെട്ടെന്ന് അതങ്ങ് വിട്ടുപോയി. ഇപ്പോൾ പെടലിയുടെ വേദന പറഞ്ഞു. എനിക്ക് കാലിൻ്റെ വേദന എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് നിൽക്കുന്ന വണ്ടി. ആമേൻ. ഹല്ലേലൂയ. നേരാണ്. എൻ്റെ പിള്ളേർക്ക് കുറേ കാലമായിട്ട് ഇങ്ങനെ വേദന ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്രാർത്ഥനയോടെ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും ഇന്നത്തെ പ്രാർത്ഥനയോട് വേദനയെല്ലാം പൂർണ്ണമായും വിട്ടുപോയി. ഇപ്പോൾ വളരെ സൗഖ്യമായിരിക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഗ്ലോറി. ആമേൻ. ഹല്ലേലൂയ. കേട്ടില്ല. ഇതാണ് ഈ തോള വീണിട്ട് ഈ തോള് ഇവിടം ഓരം താന്നു പോയി. അത് പിന്നെ പിടിച്ചിട്ടോ ഇപ്പോൾ എപ്പോഴും അതുണ്ടാവുക. വിറവിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പണി ചെയ്യുമ്പം ഏണി വന്ന് വീണു തോളിൽ. വലിയ ഏണിയായിരുന്നു. എനിക്ക് പിടിച്ചാൽ നിൽക്കാത്ത ഒരു കമ്പ. ഇപ്പോൾ വേദനയുണ്ടോ? ഇപ്പം വേദനയുണ്ട്. വേദനയുണ്ട്. ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ ആ വേദന വിട്ടുപോട്ടെ. ഏണി വീണെടുത്ത് കർത്താവിൻ്റെ അഗ്നി ഒന്ന് വീഴട്ടെ, തന്നെ അഭിഷേകം ഒന്ന് വീഴട്ടെ. വിട്ടുപോ. അമേൻ. അവിടെ സൗഖ്യം ഉണ്ടായ എല്ലാ കെട്ടും അഴിഞ്ഞു പോട്ടെ. ഷോൾഡർ ഇറങ്ങിപ്പോയെന്നാണ് അവൻ പറഞ്ഞത്. അത് പിടിച്ചിട്ടെന്നാണ് പറഞ്ഞത്. സൗഖ്യം പ്രാപിക്കട്ടെ. വേദന വിട്ടുപോകട്ടെ. അമേൻ. മരുന്നോ ലേപനോ ഔഷധമല്ല, കർത്താവിൻ്റെ അഭിഷേകമാണ് നിന്നെപ്പോൾ സുഖപ്പെടുത്തിയിരിക്കുന്നത്. കൈപൊക്കിക്കേ. ഹല്ലേലൂയ. കൈപൊക്ക്. ആ കൈപൊക്ക്. ഞാൻ കൈകളിൽ പറിച്ചു. താത്തേ പൊക്കിക്കേ. താക്ക് 3 പ്രാവശ്യം. മറ്റേ കൈ. ആ കൈ പൊക്കിക്കേ. 2 കൈ പൊക്കിക്കേ. താക്ക്. എങ്ങനെയുണ്ട്? എന്താ കാണാത്തത്? കുഴപ്പം കാണുന്നില്ലെന്ന് ആള് പറഞ്ഞ്. വേദന ഉണ്ടോ? ഇപ്പോൾ വേദനയില്ല. ഇതിന് മുമ്പ് വേദന ഉണ്ടായിരുന്നു. വേദന ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ വേദന പോയി. എന്താ സംഭവിച്ചേ? അമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷേകം, തൻ്റെ ആത്മാവ്. അമേൻ. അത് എന്നേക്കുമായി. രാത്രി സമയങ്ങളിൽ ഈ തലയ്ക്കുള്ളിൽ ഭയങ്കരമായ വേദന ഉണ്ടാകും. കുറേ നേരം തല ഇങ്ങനെ ചിരിച്ച് വെച്ച് കിടന്നു കഴിയുമ്പോൾ കുറവ് വരും. പിന്നെ അത് വിട്ട് മാറും. പിന്നെ എത്ര കാലം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു 2-3 വർഷമായി. ഞാൻ വലിയ കാര്യമാക്കിയില്ല. ഇവിടെ ഒരു വിക്കാസ് കയറിയതായിരുന്നു. ഇവിടെ തലയിൽ വിക്കാസ് കയറി ഇവിടെ പൊട്ടിയായിരുന്നു. പൊട്ടിയിട്ട് ഇവിടം വരെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ രക്തം ഒത്തിരി ഇവിടെ ഉണങ്ങി ചെവി കൂടെ. എത്ര വർഷമായി? അത് ഒരു 10-15 വർഷം കഴിഞ്ഞു. 20 വർഷത്തോളമായി. ഞാൻ അത് കാര്യമാക്കിയില്ല. ആശുപത്രിയിലൊക്കെ പോയതായിരുന്നു. പക്ഷെ അതിൻ്റെ കാര്യമാക്കാൻ സമയമില്ല. കാരണം നമുക്ക് അധ്വാനത്തിൻ്റെ സമയമാണ്. കാരണം ഒത്തിരി ഒന്നും മുതലില്ലാത്തൊരു ജീവിതമായിരുന്നു. ശരി. കർത്താവ് കാര്യമാക്കിയിരിക്കുന്നു. അതിന് പേര് ഇനിയൊരു തിന്മ നിങ്ങളെ തുടരുത്. സാറിൻ്റെ പേരെന്താ? കുഞ്ഞുവർഗി. കുഞ്ഞുവർഗിയുടെ മേൽ കർത്താവിൻ്റെ അഭിഷേകം. രാത്രിയിൽ തലയിൽ ചുളികളാണ്ടാകുന്ന അസ്വസ്ഥത വിട്ടുമാറട്ടെ. 15 വർഷം മുമ്പ് തലയിൽ എങ്ങനെയോ പിക്കാസ് തറയിൽ തറഞ്ഞ് ഉണ്ടായ പൊട്ടൽ, ഉണ്ടായ രോഗം, അതിനെ തുടർന്നുണ്ടായ ഇപ്പോൾ അനുഭവിക്കുന്ന ഞെരുക്കം, ഇതെല്ലാം വിട്ടുപോകട്ടെ. ഇവിടെ പൊട്ടിപ്പോയി.
രക്തം ചീറ്റി എന്നാണ് പറഞ്ഞത്. അത്രയും ദൂരത്തിൽ 10 അടി ദൂരത്തിൽ രക്തം ചീറ്റി തലയുന്ന ആ വലിയ ഒരു രോഗമാണ്, ഒരു മുറിവാണ് ഉണ്ടായത്. എന്നാൽ ഈശോ പൗലോസ് കുഞ്ഞുമൃഗയ്ക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ടത് കൊണ്ട് ഈശോയുടെ ശരീരത്തിൽ ആഴത്തിൽ ഇറങ്ങിയ ആ മുൾമുടി ചൂടപ്പെട്ടപ്പോൾ ഇറങ്ങിയ ഓരോ മുള്ളിൽ ഇറങ്ങിയ രക്തം അതും ഇതുപോലെ ചീറ്റിയിട്ടുണ്ട്. ഇത് ആ രക്തം ഇപ്പോൾ സഹോദരൻ നിന്നെ കഴുകി നിന്നെ ശുദ്ധീകരിക്കട്ടെ. നിൻ്റെ തലച്ചോര, നിൻ്റെ തലയൂട്ടി, ഇവിടെ എല്ലാമുള്ള എല്ലാ കെട്ടും അഴിഞ്ഞു പോകട്ടെ. ആമേൻ. നിനക്കെതിരെ നിന്ന ശത്രു, നിനക്കെതിരെ കൊണ്ടുവന്ന അപായത്തിലൂടെ നിന്നെ അപായപ്പെടുന്ന ശ്രമിച്ച ശത്രുവിൻ്റെ സ്വാധീനം ബന്ധിക്കുന്നു, അത് വിട്ടുപോട്ടെ. കൊലപാതകയെ സാത്താനെ ബന്ധിക്കുന്നു, നിന്റെ തലമുറയിൽ വന്ന ആ ബന്ധനം അഴിഞ്ഞു പോകട്ടെ, കീഴടങ്ങ് വിട്ടുമാറിപ്പോട്ടെ. ഇത് നിന്റെ തലയ്ക്ക് നല്ല സമാധാനം ഉണ്ടാകട്ടെ, സ്നേഹം സമാധാനത്തോടെ നിറയട്ടെ, ആത്മാ അഭിഷേകത്തോടെ നിറയട്ടെ. ആമേൻ. ഇനിമേൽ കുഞ്ഞുപിറക്കി രാത്രി ഉറങ്ങുമ്പോൾ ഈ ഒരു തിന്മ തൊട്ടുപോകരുത്. അമ്മേ, ബി ഫ്രീ ആൻഡ് ബി ഹീൽ. അമ്മേ. നിറയട്ടെ. ഇപ്പം എന്ത് തോന്നുന്നു? കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നുള്ളൂ. തലയ്ക്കകത്ത് എന്താ തോന്നുന്നത്? തലയ്ക്കകത്തൊന്നും വേദന ഒന്നുമില്ല. രാത്രിക്ക് അവിടെ ഉണ്ടാകുന്ന വേദന, പകലുണ്ടാകത്തില്ല. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും തലയ്ക്കകത്ത് ഫീൽ ചെയ്തു? തലയ്ക്കകത്തൊരു ചൂടിറങ്ങുന്ന പോലെ തോന്നി. അഭിഷേകോടെ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മ അഭിഷേകമായി തലയ്ക്കുള്ളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കിടക്കുമ്പോൾ, രാത്രി കിടക്കുമ്പോൾ നെറ്റി കുരിശു വരശയിലെ കിടക്കുന്നത് അല്ലേ? കർത്താവിൻ്റെ അഭിഷേകം എന്നും കുഞ്ഞുവർഗിയെ സംരക്ഷിക്കട്ടെ. വിശ്വസ്തനായിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന മദ്യപന്മാരുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൈനസ് ഉണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട്. അപ്പം അതുപോലെ ഉദരസംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു, ഫാറ്റി ലിവറും ഉണ്ട്. പെട്ടെന്ന് ആ പ്രാർത്ഥന നടന്നപ്പോഴത്തേക്കും ആദ്യം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു തുടങ്ങിയത് തലവേദനകളുമായിട്ട്, പലതരത്തിലുള്ള തലവേദനകളെ പറ്റിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്നുള്ളൊരു ചിന്തയെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ആ പ്രാർത്ഥന നടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഭയങ്കര ഒരു അസുഖങ്ങൾ വിട്ടുമാറിയ ആ ഫീല് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. തലയ്ക്കൊരു കനമുണ്ടായിരുന്നു സൈനസിൻ്റെ തണുപ്പിൻ്റെ ഇന്നലത്തെ മൂന്നാറിലേക്ക്. പക്ഷേ അതെല്ലാം ഇപ്പം മാറി ഫ്രീ ആയി. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, നന്ദി, സ്തുതി, സ്തോത്രം. വേരോടെ പിഴുതെറിയപ്പെട്ട ശാപത്തിൻ്റെ സ്വാധീനങ്ങൾ എന്നേക്കുമായി വിട്ടു മാറട്ടെ. ആമേൻ. എൻ്റെ നാട്ടിലെ കശേരികളിൽ നിന്ന്, തലയൂട്ടിയിൽ നിന്ന്, തലച്ചോറിൽ നിന്ന് വിട്ടുമാറട്ടെ. ഈ ലോകത്തിൻ്റെ മരുന്നിനെ സുഖപ്പെടുത്താനാവാത്ത സൗഖ്യം ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവം പറഞ്ഞ് ഫാറ്റി ലിവർ ഉണ്ട് അല്ലേ, സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ആന്തരിക അവയവങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ലിവർ സ്വതന്ത്രമാകട്ടെ, കരള് സ്വതന്ത്രമാകട്ടെ, കിഡ്നികൾ സ്വതന്ത്രമാകട്ടെ. എല്ലാ ആന്തരിക അവയവങ്ങളും, ഉദരസംബന്ധമായിട്ടുള്ള എല്ലാ വ്യാധികൾ ഔട്ട് വിട്ടു സൗഖ്യം പ്രാപിക്കട്ടെ. അമ്മേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവുകയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ദുരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. ഓക്കെ. ഇത്ര സമയം എനിക്ക് നിൽക്കാനൊക്കെ, അല്ലെങ്കിൽ എനിക്ക് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് തിരിഞ്ഞ് പറ. എന്താ സംഭവിച്ചു? എനിക്ക് നിൽക്കുമ്പോഴേ, നിൽക്കുമ്പോഴത്തേനും എനിക്ക് ഇവിടെ അങ്ങോട്ട് വിട്ടുപോകുന്നൊരു വേദനയായിരുന്നു. ഇപ്പം അവിടെ ആശ്വാസമുണ്ട്. നല്ല ഇത്ര സമയം ഞാൻ കുറച്ച് സമയം ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയത്. അതായിട്ട് ഒരു വിഷമം എനിക്കുണ്ടാകുന്നില്ല. നന്ദി പറയുന്നു, ഈശോയ്ക്ക് നന്ദി പറയുന്നു. ആമേൻ, ആമേൻ. ഈശോയ്ക്ക് നന്ദി. ഹല്ലേലൂയ. സ്തോത്രം. ഭാഗത്ത് പ്രൈസലോ. എനിക്ക് യാത്രയൊക്കെ ചെയ്ത് വന്നപ്പോൾ ഇവിടെ കഴുത്തിന് നല്ല വേദനയാണ്. പിന്നെ ഒരു കട്ടി പോലെയാണ്, എന്തോ നീര് വെച്ച പോലെ. ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല ടൈറ്റ് പോലെ ഉണ്ട്. ഇപ്പോൾ പ്രാർത്ഥിച്ച ശേഷം ആ ടൈറ്റില്ല, കഴുത്ത് ഫ്രീ ആയി, പെയിനില്ല. പ്രാർത്ഥിക്കേണ്ട സാക്ഷ്യം പറയാനാണോ? ഈ പെടലിക്ക് ഒരു ചെറിയൊരു വിലങ്കം അത് രാത്രി കിടക്കുമ്പോൾ തലയ്ക്ക് ഈ പെടലിക്ക് ഒരു വിലങ്കം ഉണ്ടാകും. അതിപ്പോൾ അത് മാറി. വേദനയുണ്ടോ? വേദന
വേദനയല്ല, എന്തോ ഒരു പിടിച്ചു സ്വീകരിച്ച അഭിഷേകം സ്വീകരിച്ച വിശ്വാസം വിടുതലിന് സൗഖ്യത്തിന് കാരണമാണ്. വിട്ടുപോട്ടെ, വിട്ടുപോ. ജനിക്കുന്ന പീഡിപ്പിക്കുന്ന സകല നാരീശക്തികളും ഔട്ട്. ശരീരത്തെ വിട്ടുപോ. ഉറക്കത്തിൽ വരെ ജനിക്കുന്ന പീഡിപ്പിക്കുന്ന എല്ലാത്തിനും വിട്ടുമാറും. മേലിൽ മുദ്ര വെച്ചിരിക്കുന്നു എല്ലാ അടിമകളും തലമുറകളും നിർദ്ദയമായി പിഴുത മാറ്റം പോരട്ടെ. ആമേൻ, ആമേൻ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവുകയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. കാൽമുട്ട് വേദന കൊണ്ട് കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാൽമുട്ടുകളിലേക്ക് കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ, വേദന വിട്ടു മാറട്ടെ. കാൽമുട്ട് മടക്കി, മുട്ടുമടക്ക്. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവുകയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകും. പറഞ്ഞു വേം. പേര് നിർമ്മല. എനിക്ക് നല്ല നടുവേദന ഉണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ നവംബറിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയ ഭർത്താവിൻ്റെ ബൈക്കിൽ നിന്ന് ഞാൻ തെറിച്ച് വീണപ്പോൾ എനിക്ക് തണ്ടൽ നന്നിട്ട് ഭയങ്കര വേദന. ഇപ്പം എൻ്റെ മോള് പറയും, അമ്മ എന്താ എപ്പോഴും ഇങ്ങനെ വളഞ്ഞ് നിൽക്കണേന്ന് പറയും. പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ആ വേദന പോയി. പിന്നെ ഞാൻ തുപ്പുമ്പോഴൊക്കെ ബ്ലഡാണ് തുപ്പിയിറങ്ങുന്നവരെയൊക്കെ. അപ്പം അത് എൻ്റെ മാറി കിട്ടി. പിന്നെ എനിക്ക് നല്ല ശ്വാസം മുട്ട്, പിന്നെ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. അപ്പം ആദ്യമൊക്കെ എൻ്റെ ഭർത്താവ് മദ്യപിച്ച് വരുമ്പോൾ തലയ്ക്കൊക്കെ ടോർച്ചുകൊണ്ടൊക്കെ അടിച്ചിട്ട് അപ്പം അതിൻ്റെ ഒക്കെ എന്താണെന്നറിയില്ല, അതിൻ്റെ വേദനയ്ക്ക്. പിന്നെ എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് അതൊക്കെ സൗഖ്യം. പിന്നെ അതൊക്കെ മാറിയോ? അതൊക്കെ സൗഖ്യം. നടുവേദന മാറിയോ? നടുവേദന കുറച്ച് ഉണ്ട്, എന്നാലും കുറേയൊക്കെ ഒരു ആശ്വാസമായി. അത് കൊടുക്കുന്നില്ലേ? അതിശയം കൊടുക്കുന്നില്ലേ? നടുവേദന കുറച്ച് വെച്ചിരിക്കുന്നേ. അമ്മേ, വിട്ടുപോട്ടെ. കുറച്ചായിട്ട് വെക്കേണ്ട, അത് മുഴുവൻ പോട്ടെ, വിട്ടുപോട്ടെ. നട്ടിലെ കശേരുകൾ സ്വതന്ത്രമാകട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ വചനം നിന്റെ നട്ടലിലൂടെ ചൂഴ്ന്നിറങ്ങി ഓരോ കശേരുകളെയും വിട്ടുപിച്ച് സ്വതന്ത്രമാക്കട്ടെ. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. അതിലെ വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അതെ, നിറയട്ടെ. എഴുന്നേൽക്കുക സഹോദരി. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവുകയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാണ്. ഇപ്പോൾ നടുവേദന ഉണ്ടോ നോക്കി? ഇപ്പോൾ നടുവിന് വേദന ഉണ്ടോ? കുനിഞ്ഞു നോക്കി. കൈ തീട്ടി പിടിച്ച് തറയിൽ തൊട്ടുകൊണ്ട് കുനിഞ്ഞ്, അങ്ങനെ കുനിഞ്ഞ് നിവര്. കാൽമുട്ടിന് വേദന ഉണ്ടോ? മുട്ടുകുത്താൻ പറ്റില്ല. എത്ര നാളായി? അമ്മേ, ഗ്ലോറി. കാൽമുട്ടുകളിലൊക്കെ അഴിഞ്ഞു പോകട്ടെ. എല്ലാത്തിനും ഇതിനെ വിട്ടു മാറട്ടെ. അമ്മേൻ, സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ മുറിവിനാൽ നീ സ്വതന്ത്രയാകട്ടെ. അമ്മേൻ. എല്ലാ ആധിപത്യങ്ങളെയും നീ ബന്ധിക്കുന്നു, വിട്ടുപോ. എല്ലാ നാരീശക്തിയിലെ ബന്ധിക്കുന്ന വിട്ടുപോ. തന്നെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നതുമേ നന്ദി, സ്തോത്രം, അങ്ങേക്ക് മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവുകയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. എന്താണ്? അമ്മേ, അങ്ങനെ പെടലി വേദനയാണ്. വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. അമ്മേൻ. ഇതാ ഇവിടെ വിട്ടുപോ. സ്വതന്ത്രമാണ്. കുനിഞ്ഞ്. അല്ല, തല മാത്രം. തല കുനിക്കുക. തല കുനിച്ച് ശരീരം നേരെ നിർത്തിക്ക്. തിരിഞ്ഞ് നേരെ പുറകോട്ട് തലയെടുത്തേ. ഒന്നായിട്ട് ഏറ്റവും മാക്സിമം പോട്ടെ, പുറകോട്ട് പോട്ടെ. അമ്മേ, രണ്ട് മുന്നോട്ട് വാ. ഇവിടെ എല്ലാം കെട്ടും അഴിഞ്ഞു പോകട്ടെ. പരിശുദ്ധാത്മാവുടെ അഭിഷേകം എല്ലാം നിറഞ്ഞ് നാടിഞ്ഞരമ്പുകൾ സ്വതന്ത്രമാകട്ടെ. മാംസപേശികൾ സ്വതന്ത്രമാകട്ടെ.
ദൈവകൃപ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. ആമേൻ. സൗഖ്യം പ്രാപിക്കും. സ്വതന്ത്രനാട്ടെ. ഗ്ലോറി. സ്തുതിക്കുന്നു. സ്തോത്രം. ഇപ്പം എങ്ങനെയുണ്ട്? കേട്ടില്ല. ഫ്രീ ആയിട്ടുണ്ട്. അതിനെ വിട്ട് മാറി. ഒരു കുഴപ്പമില്ല. അവരോട് നോക്കി താഴോട്ട് വശങ്ങളിലേക്ക്. ആമേൻ. സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ. പിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു. നന്ദി. സ്തോത്രം. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എത്ര നാളായി കഴിച്ചു കഴിഞ്ഞത്? കുഴപ്പം? ഞാൻ വചനം. ഓക്കെ. യേശുവിൻ്റെ നാമത്തിൽ, തൻ്റെ അഭിഷേകത്തിൻ്റെ അധികാരത്തിൽ ഈ ഭക്ഷണത്തിലെ എല്ലാ തിന്മ്യ വസ്തുക്കളെ ഞാൻ ബന്ധിക്കുന്നു. ഉദരത്തെ, ആമാശയത്തെ ബന്ധിച്ച്, കുടലുകളെ ബന്ധിക്കുന്നു. എല്ലാ അർപ്പിത വസ്തുക്കളെ ബന്ധിച്ച്, സ്വാധീനങ്ങളെ ബന്ധിച്ച്, അത് കടന്നു വന്ന എല്ലാ പൈശാചിക സ്വാധീനം വിട്ടുപോകും. ഔട്ട് വിട്ടു. ശരീരത്തെ വിട്ടുപോ. ഉദരം സ്വതന്ത്രമാകട്ടെ. അമ്മേ, താവിൻ്റെ വചനം എൻ്റെ ഉദരത്തിലേക്ക് ചൂഴ്ന്നിറങ്ങട്ടെ. ഫ്രീ ആൻഡ് ബി ഹീൽഡ്. എല്ലാ കെട്ടും അഴിയട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. സ്വതന്ത്രയാകട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, എരിച്ചിലുണ്ടാക്കുന്ന, ഛർദിലുണ്ടാക്കുന്ന സകല സ്വാധീനങ്ങളും നിന്നെ വിട്ടുപോ. എൻ്റെ പേര് മേരി. ഈ മേരിയെ നമ്മളുടെ ശരീരത്തിൽ പീഡിപ്പിക്കുന്ന എല്ലാ നാരീശക്തികളെയും വിട്ടുമാറും. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാവും. എൻ്റെ ആമാശയം സ്വതന്ത്രമാകട്ടെ. കുടലുകൾ സ്വതന്ത്രമാകട്ടെ. അമേൻ. അമേൻ. യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം നിന്നെ കഴി വിശുദ്ധീകരിക്കുന്നു. അമേൻ. എന്തെങ്കിലും വയറ്റ് വേദന എന്തെങ്കിലും ഉണ്ടായിരുന്നു ഈ സമയങ്ങളിൽ? എരിച്ചിലുണ്ടായിരുന്നോ? ഇപ്പം എന്താ തോന്നുന്നത്? ഫ്രീ ആയതുപോലെ തോന്നുള്ളൂ? അതോ ഫ്രീ ആയോ? മറ്റേ എന്തൊരു ഇങ്ങനെ വീർത്തിട്ടിരിക്കണ പോലെ ഒന്നും ഇരിക്കും. ഒരു ഫ്രീ ആയ പോലെ തോന്നുന്നു. അലറിയ ഫ്രീ ആയി തോന്നുമല്ല കേട്ടോ. ആ എരിക്കം വിട്ടുപോയി. അത് പ്രാർത്ഥിക്കണം. ഈശോയെ അവിടുത്തെ രക്തത്താലെൻ്റെ ഉദരത്തെ കഴുകണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. ഓക്കെ. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ എനിക്ക് ശക്തമായിട്ടുള്ള പനിയും ഛർദിയിലും ജലദോഷമൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയി 2 ഹോസ്പിറ്റലിൽ പോയി 2 ഡോക്ടർമാർ കണ്ടു. ഒത്തിരി മരുന്നുകൾ കഴിച്ചു. ബുധനാഴ്ചയായിട്ടും എനിക്കത് തീരെ കുറവില്ലാതെ വന്നപ്പോൾ ഞാൻ ബ്രദറിന് മെസ്സേജ് ഇട്ടു. എനിക്ക് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വെള്ളിശനിയും ശുശ്രൂഷ പങ്കെടുക്കണം, എനിക്ക് എൻ്റെ അവസ്ഥ ഇതാണെന്നും പറഞ്ഞ്, അപ്പോൾ ബ്രദർ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ കൈകുപ്പി തിരിച്ച് മെസ്സേജ് ഇട്ടു. പക്ഷേ ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി വളരെ ഫ്രീ ആയി. വ്യാഴാഴ്ച ആയപ്പോഴേക്കും പരിപൂർണമായിട്ട് ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഞാൻ ഇന്നലെ സൂര്യനെല്ലിൽ വളരെ ഫ്രീ ആയിട്ടാണ്, സൗഖ്യത്തോടു കൂടിയാണ് കടന്നു വന്നത്. പക്ഷേ ഒത്തിരി മരുന്നുകൾ കഴിച്ച് 3 ദിവസം കൊണ്ട് തന്നെ ഒത്തിരി ഗുളികൾ കഴിക്കേണ്ടി വന്നു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ വയറിൽ ഭയങ്കര പ്രശ്നമുണ്ടായി. ഈ അടിവയറ് ഭയങ്കര വേദനയായിരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ പോലും വേദനയായിരുന്നു. അപ്പോൾ ബ്രദർ ഇവിടെ പെടൽ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വയറുവേദനയുടെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പെടൽ വേദനയ്ക്ക് കർത്താവിൻ്റെ ദാസനിൽ നിന്ന് ഒഴുകുന്ന രോഗശാന്തി അഭിഷേകം എൻ്റെ ഉദര സംബന്ധമായ വേദന എടുത്തു മാറ്റി എന്നെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ വയറിൻ്റെ എല്ലാ വേദനയും മാറി, ഒരു പ്രശ്നമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഈശോ പറഞ്ഞു, നിൻ്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ ഒരു വചനം വരും, ഒരു അഭിഷേകം വരുമ്പോൾ അതേ പിടിച്ചു വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളായിരിക്കാം, പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ചോദിക്കണം എന്നുള്ളതാണ്. അതാണ് വിശ്വാസം. ഇവിടെ കർത്താവ് നോക്കുകയാണെങ്കിൽ കർത്താവ് ഈ ഒരു ഒറ്റ കാര്യം കാണിച്ചതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ ഒരു മേഖല ഒത്തിരി പേരെ സുഖപ്പെടുത്തിയത് മാത്രമല്ല മറ്റു പല മേഖലകളിലും വിടുതൽ വന്നെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇതാണ് ഈ മനം കിട്ടിയത്. അമേ സ്തുതിക്കുന്ന കർത്താവ്, നന്ദി, സ്തോത്രം. അമേ വിശ്വാസിയായിരിക്കട്ടെ എപ്പോഴും. ഹല്ലേലൂയ.
നിങ്ങളിങ്ങനെ വന്നിട്ട് ഞാൻ പ്രസംഗിക്കണ്ടേ? വാ. എത്ര ആളെ തുടങ്ങിയിട്ട് ഈ റൈറ്റ് ഷോൾഡറിന് വേദന ഉണ്ടാകുന്നു, ഈ ഷോൾഡർ മരച്ച്. ഇത് വീണതിൻ്റെ ആയിരുന്നു, ഫ്രോസൺ ഷോൾഡർ ആയിരുന്നത്. അപ്പോൾ കൈ ഉയർത്തി കുറേ നേരം പ്രാർത്ഥന. ഇവിടെ ഇത്രയും ഭാഗം മസിൽ ഭയങ്കര വേദന. മരവിപ്പം തോന്നുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. അടുത്തോടി ഓടി ഓടി ഞാൻ പറഞ്ഞു മെയ് പോകരുത് എന്നൊരു പ്രാർത്ഥിക്കാം. ഇവിടെ നിന്നില്ല പറഞ്ഞു എന്തായിരുന്നു? എല്ലാവർക്കും വേണ്ടി പിന്നെ പള്ളിക്ക് വേദനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കിട്ടി. ഇപ്പം ബ്രദർ സാക്ഷ്യം പറഞ്ഞ പോലെ എൻ്റെ വയറിന് ഇവിടെ എല്ലാം വേദനയായിരുന്നു. ഇപ്പം ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് രോഗസൗഖ്യം കിട്ടി. ഞാനത് പറയാതിരിക്കുമായിരുന്നു. രോഗസൗഖ്യം കിട്ടി എനിക്ക് പൂർണ്ണമായിട്ട്. ഇപ്പോൾ കർത്താവിടെ ഒരു ബെസ്റ്റായിട്ട് ആവശ്യം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചോദിക്കുന്നവർക്കെല്ലാം ആമേൻ സൗഖ്യമായി. മെയ് കൈ ഉപയോഗിക്കുക. കൈ കുടഞ്ഞ് മുകളിൽ കുടഞ്ഞ് രണ്ട് കുടഞ്ഞു. So, but if free. സൗഖ്യം പ്രാപിക്കട്ടെ. വിട്ടുപോട്ടെ, അല്ല വേദന വിട്ടുപോ. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ദുരിതത്തിൽ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. എല്ലാവരും ചേർന്ന് ചോദിക്കുക. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹീതനാകും. സ്തോത്രം. ഇപ്പം എങ്ങനെയുണ്ടോ നോക്കിയേ? കൈ പൊക്കി നോക്കി. എന്നാലും കൈ നോക്ക്, മുകളിലേക്ക് പൊക്ക്. ആ കൈയോടെ വെച്ച് അവിടെ അമർത്തി പിടിച്ചു. കെട്ടഴിഞ്ഞു പോട്ടെ. ഇവിടെയുള്ള പിടുത്തം വിട്ടു പോട്ടെ. ഫ്രീ. അമ്മേൻ. നാഡീഞരമ്പുകൾ, മാംസപേശികൾ സ്വതന്ത്രമാകട്ടെ, 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 സ്വതന്ത്രമാകട്ടെ. അമേൻ. അമേൻ. യു ആർ ഫ്രീ. പറഞ്ഞു. കൈ മൂവിയാണല്ലോ ഇരിക്കുമ്പോൾ ചുമ്മാ മൂവി വെച്ചോണ്ട് എന്തെങ്കിലും കെട്ടഴിഞ്ഞു പോട്ടെ. പറഞ്ഞു. എന്തെങ്കിലും മദ്യപാനികളുടെ തലമുറകൾക്ക് വേണ്ടി ലഭിച്ച് പ്രാർത്ഥിച്ച സമയത്ത് കർത്താവൻ ദാസിൻ്റെ പ്രാർത്ഥന തീരുന്ന സമയത്ത് എൻ്റെ കയ്യിലോട്ടൊരു അഗ്നി ഇറങ്ങി വന്ന് ഇങ്ങനെ കയറി വന്നിട്ട് വന്നിട്ട് 2 പെടലിക്ക് ചുറ്റും എന്നിട്ട് എനിക്ക് അനങ്കത്തില്ലാത്ത രീതിയിലായിരുന്നു. വന്നിട്ട് ആ തീ എങ്ങനെ കയറി 2 ചെവിക്കകത്തോടെ ഇങ്ങനെ പതിഞ്ഞ് കുറേ നേരം വരുന്നു. അപ്പോഴത്തേനും എനിക്ക് പെടലി വേദന ഭയങ്കര സഹിക്കത്തില്ലാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ വേദന ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് വന്നിട്ട് തിരിയുമ്പോൾ ഇച്ചിരി ഒരു പിടുത്തം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു സാക്ഷി പറഞ്ഞതനുസരിച്ച് ഞാനിങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നു. തിരിച്ച് എനിക്കിപ്പോൾ ഇങ്ങനെ തിരിയുമ്പോൾ വേദനയില്ല. എന്നിട്ട് ഇച്ചിരി മുമ്പ് എനിക്ക് ഇവിടെ ഒരു തലപ്പിടുത്തം പോലെയായിരുന്നു. ഇങ്ങനെ അതിന് സൗഖ്യം വന്നായിരുന്നു. അവള് പറഞ്ഞു കേട്ടോ, സ്വയം അവിടെ ഇരുന്നു കൊണ്ട് തന്നെത്താൻ തല തിരിച്ചുകൊണ്ടിരുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അത് വിട്ടു മാറി. ആമേൻ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തുതിക്കുന്നു. സ്തോത്രം. ഓക്കെ. തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ആദ്യം പറഞ്ഞില്ലേ തലയ്ക്ക് വേദന ഇങ്ങനെ കർത്താവ് കാണിച്ചത്, കഴുത്തിന് വേദന ഇങ്ങനെ വയ്യാത്തൊരാൾ അത് വരണ്ട എന്നിങ്ങനെ ഓർത്തു. അത് മടി പിടിച്ചിരുന്നതാണ്. പിന്നെ അറിയാതെ ഇപ്പം കീറിപ്പോന്നു. ഇപ്പം വേദനയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷെ തലവണയിലേക്ക് ഇങ്ങനെ തല വയ്ക്കാൻ വയ്യാത്ത വിധം ഏറ്റിരിക്കും. അന്നേരം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് 10-25 വർഷമായതാണ്. 10-25 വർഷമായിട്ട് ഈ അവസ്ഥയായിരുന്നു. വേദനയുണ്ട്. മൈഗ്രൈന് തലവേദന ഉണ്ടായിരുന്നു. ഈ പള്ളിക്ക് തല ഏറ്റിരിക്കും. തലവേദനയിലേക്ക് തല വയ്ക്കാൻ വയ്യ. വിട്ടുപോട്ടെ. ഒരു വർഷം മുമ്പ് സ്വീകരിച്ച അഭിഷേകം പറഞ്ഞു ഉറങ്ങിപ്പോയ അഭിഷേകം, ഉറങ്ങിക്കളഞ്ഞ അഭിഷേകം ഉണരട്ടെ. കർത്താവിൻ്റെ അഭിഷേകം നിനക്ക് സൗഖ്യമായിട്ട് മാറും, ജീവനായിട്ട് മാറും. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ.
പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം അതിന് അനുഗ്രഹമായിട്ട് മാറും. ആമേൻ, ആമേൻ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ദൈവം നിറഞ്ഞ പറയുമേ സൃഷ്ടികർത്താവുകയുടെ സ്ത്രീകളങ്ങ് അനുഗ്രഹീതയാവുന്നു വിടുതലത്തിൽ ഫലമായ ഈശോ അനുഗ്രഹീതനാവും. ഇപ്പം ഇവിടെ ഒരു ചെറുതായിട്ടുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുള്ളൂ. ഇപ്പം അതില്ല, ഇപ്പം ഇല്ല. അതിവിടെ വന്നപ്പോഴൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാം. ഓക്കെ ഓക്കെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് പെടലിക്ക് ഭയങ്കര വേദനയാണ്. എക്സ്റേ എടുത്തപ്പോൾ തേയ്മാനാണ്. കുറേ കാലങ്ങളായി ഞങ്ങൾ പില്ലോ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചു പോയതാണ്. അപ്പോൾ അവിടെ പോയിരുന്ന് ഞാൻ നോക്കുമ്പോൾ വേദന കുറഞ്ഞെങ്കിൽ പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. തൊട്ടുമ്പോൾ ഒരു സ്ത്രീ ഇവിടെ വന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് താഴെ തിരിക്കുമ്പോൾ വേദന വരും. വേദന മാത്രമല്ല, ഒരു സൗണ്ട് ഈ സൈഡിലേക്ക് തിരിക്കുമ്പോൾ ചെറിയ സൗണ്ട്, ഈ സൗണ്ടിലേക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു സൗണ്ട് ഉള്ളിൽ അറിയാം, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ സൗണ്ട് ഉള്ളിൽ അറിയാം. ആ സൗണ്ടുകളൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ ധ്യാനത്തിന്, ഈ അങ്കമാലിയിൽ നടന്ന ധ്യാനത്തിന് ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പം എൻ്റെ പുറത്ത് ഭയങ്കര വേദന. എനിക്ക് ചുമയ്ക്കത്തില്ല, ചുമച്ചാൽ പുറത്ത് വേദന അനുഭവപ്പെടും. പക്ഷെ ഞാൻ കൗൺസിലിങ്ങിന് വരണം, അത് ആവശ്യമായതുകൊണ്ട് വന്നു. ടോമിൻ്റെ അടുത്ത് പ്രെയർ വാങ്ങി, ഞാൻ താഴെ വീണു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്കെൻ്റെ പുറത്തൊരു ഭയങ്കര വേദനയുണ്ടെന്ന്. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വീശിയതേ ഉള്ളൂ. അപ്പം തന്നെ ഞാൻ താഴെ വീണു. ആ വേദന അപ്പോടെ മാറി, പൂർണ്ണമായിട്ട് ആ സെക്കൻഡിൽ മാറി. പക്ഷേ ഈ വേദന, ഈ പില്ലോ ഉപയോഗിക്കാത്ത ഈ വേദന ഇങ്ങനെ ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ എപ്പോൾ തിരിച്ചാലും വേദന വരും. ഇപ്പം ആ വേദനയില്ല, ആ സൗണ്ടും ഇല്ല. ദൈവനോട് അത് ഈ അസ്ഥികൾ കാണും, നട്ടലെ അസ്ഥികൾ കാണും. ഇതിനാണോ ഇവിടെ ആ ദൈവനുണ്ടായിരുന്നേ? ഈശോയുടെ നാമത്തിലെ തേയ്മാനെല്ലാം ഒരു വിടുതലും സ്വതന്ത്രമാകട്ടെ. അമ്മേ, എല്ലാ തീരുമാനങ്ങളും മാറി ഇവിടെ ജീവൻ നിറയട്ടെ, ജീവൻ നിറയട്ടെ. അമ്മേ, ഈശോ പറഞ്ഞ് വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും സമർത്ഥം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സമർത്ഥമായ ജീവൻ നട്ടിലെ കശകൾ നിറഞ്ഞ് ദൈവം നിറഞ്ഞ പറയുമേ സൃഷ്ടികർത്താവുകയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആവേ മരിയ 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 ആവേ മരിയ. ദൈവം നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവുകയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഒരികൂടി വലതുകരം ശിരസിൽ വയ്ക്കുക, എടുത്തിരുന്ന് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. കർത്താവേ, രോഗസൗഖ്യത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. നിങ്ങൾ വില കൊടുത്ത് ഇന്നലെയും ഇന്നുമായിട്ട് കർത്താവിന് വേണ്ടി കാത്തുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ട് സൗഖ്യം പ്രാപിച്ച്, ശരീരത്തിൽ സൗഖ്യം പ്രാപിച്ച്, ശരീരത്തിൽ ഓരോ കോശങ്ങളും അവയവങ്ങളും സ്വതന്ത്രമാക്കപ്പെട്ട് ഇവിടെല്ലാം ജീവൻ നിറഞ്ഞ്, ആത്മാവിൽ ജീവൻ നിറഞ്ഞ് സൗഖ്യം പ്രാപിക്കട്ടെ, മനസ്സിന് സൗഖ്യം പ്രാപിക്കട്ടെ. അമ്മേ, ജീവിതത്തിൻ്റെ മേലുള്ള എല്ലാ കെട്ടും അഴിഞ്ഞു പോകട്ടെ. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളും വിട്ടുമാറി അട്ടങ്ങട്ടെ. അമ്മേൻ. സകല അടിമകളും തലമുറകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന
നിങ്ങൾക്കെതിരെ പടവരുന്ന സകല അടിമകളും അശുദ്ധാത്മാക്കളും വിട്ടും മാറ്, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ. സ്പിരിറ്റിൻ്റെ അഭിഷേകം അധികാരം നിന്നെ സ്വതന്ത്രമാക്കട്ടെ, സ്വതന്ത്രയാക്കട്ടെ. ആമേൻ, ആമേൻ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി. ശരി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ആരാധന യേശുവേ, നന്ദി, ആരാധന. സ്തുതിക്കുന്നപ്പാ, നന്ദി, സ്തോത്രം, അങ്ങേയ്ക്കും മഹത്വം. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകുത്തി പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ആർക്കാണ് കണ്ണിന് പ്രശ്നമുള്ളവർ? കണ്ണട വെക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും കാഴ്ച ശരിയാകുന്നില്ല. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? കണ്ണട ഉപയോഗിക്കുന്നു, എന്നിട്ടും കൈ താഴ്ത്തിരും. കണ്ണട ഉപയോഗിക്കുന്നു, പക്ഷേ കണ്ണ് കാഴ്ച ശരിയാകുന്നില്ല. കൈ വെക്കാം. അങ്ങനെയുള്ളവർ 1, 2 കുറേ പേരുണ്ട്, 6, 7 പേരുണ്ട്, 8 പേര്, 10 പേരുണ്ട്. നിങ്ങളുടെ കൈ വിരൽ, ഈ 2 വിരലുകൾ കണ്ണിൽ വേണ്ടി ചൂടുക. എല്ലാവർക്കും വിശ്വാസപൂർവ്വം ചെയ്യാൻ കേട്ടോ, നിങ്ങളുടെ കണ്ണുകൾ ശുദ്ധീകരിക്കപ്പെടാനും. ആമേൻ, ഗ്ലോറി. കർത്താവിൻ്റെ വാഗ്ദാനം, ഈശോൻ്റെ വചനം, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. അത് സമൃദ്ധമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 2 കണ്ണുകൾക്കും ജീവനും നിറയട്ടെ, 2 കണ്ണും ജീവൻ നിറയട്ടെ. യേശു നൽകുന്ന ജീവൻ നിറയട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, കാഴ്ചയുണ്ടാകട്ടെ, കാഴ്ചയുണ്ടാകട്ടെ. അന്ധനായിരുന്ന ബർത്തിമയുടെ കണ്ണുകൾ തുറന്നു കൊടുത്ത കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ കണ്ണിൽ കാഴ്ചശക്തി ലഭിക്കട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, കാഴ്ച ലഭിക്കട്ടെ. തന്നെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ശ്രുതിക്കുന്നു. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ. വരുന്ന ലേവന ഔഷധം പോലെ കർത്താവിൻ്റെ വചനം ഇപ്പോൾ നിന്റെ കണ്ണിൽ ചൂട് നിറങ്ങട്ടെ, നിന്റെ കണ്ണിലേക്ക് പാഞ്ഞു വരട്ടെ, നിന്റെ കണ്ണിലേക്ക് കാഴ്ചയായി മാറട്ടെ, ജീവനായി മാറട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ, കണ്ണിൽ നല്ല കാഴ്ച ലഭിക്കട്ടെ, നല്ല നല്ല തെളിമ ലഭിക്കട്ടെ. ശ്രുതിക്കുന്നു, 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 ശ്രുതിക്കുന്നു. വിശ്വാസത്തിൽ മേടിച്ചുകൊള്ളുക, വിശ്വാസ സൗഖ്യം മേടിച്ചുകൊള്ളുക. ആമേൻ. ജീവൻ നിറയട്ടെ, 2 കണ്ണുകൾക്കും കാഴ്ച ഇത് നിറയട്ടെ. ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ശ്രുതിക്കുന്നു. ആരാധന, സ്തോത്രം, അങ്ങേയ്ക്ക് മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ശ്രുതിക്കുന്നു, ശ്രുതിക്കുന്നു. ജീവൻ പ്രാപിക്കട്ടെ, ജീവൻ നിറയട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ രക്തം നിന്റെ കണ്ണുകളെ കഴുകട്ടെ, നിന്റെ കണ്ണുകളെ കഴുകട്ടെ. തിരച്ചതാ നിന്റെ കണ്ണുകൾ കഴുകപ്പെടട്ടെ, ശുദ്ധീകരിക്കപ്പെടട്ടെ, ജീവനോടെ നിറയട്ടെ. പൗലോസിന്റെ കണ്ണിൽ നിന്നും ഒരു ചെതുമ്പൽ നിന്ന് അടന്നു പോയതുപോലെ നിന്റെ കണ്ണിലുള്ള ചെതുമ്പൽ അടന്നു പോകട്ടെ. നിന്റെ കണ്ണിൽ നല്ല കാഴ്ച ലഭിക്കട്ടെ, നല്ല തെളിമ ലഭിക്കട്ടെ. ജീവൻ, അഭിഷേകത്തിൻ്റെ ജീവൻ, സ്പിരിറ്റ് ജീസസിൻ്റെ ജീവൻ അവൻ നിറയട്ടെ, 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 നിറയട്ടെ. ഗ്ലോറി, ഗ്ലോറി. Glory.
ഇടയ്ക്ക് വീണ്ടും വീണ്ടും ഒഴുകുന്ന അഭിഷേകം അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ രീതിയിൽ അത് നിങ്ങളിൽ നിറയട്ടെ. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അഭിഷേകം നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ. ശക്തമായിട്ട് അഭിഷേകം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. കർത്താവേ അങ്ങേക്ക് മഹത്വം. കണ്ണിൽ നിന്നൊക്കെ എടുത്തുകൊള്ളുക, സ്വന്തമായിട്ട് എന്തുകൊള്ളുക, വിഷയത്തിൽ നിറയുക, വിഷയം സ്വീകരിച്ചുകൊള്ളുക. നെഞ്ചിൽ വേദന, സെൻട്രൽ നമ്മൾ കൈവച്ച് പ്രാർത്ഥന, നമ്മുടെ ചെസ്റ്റിൽ ഇതൊരു ഭാരം, അവിടെ കൈവച്ചോളൂ. അങ്ങനെയുള്ളവർ കൈവച്ചോളൂ. ലങ്സിൻ്റെ മൂലഭാഗമായിട്ട് എല്ലാ ഭാരം വിട്ടുപോ. ശ്വാസകോശങ്ങൾ സ്വതന്ത്രമാകട്ടെ. ഇതിൻ്റെ മനസ്സ് സ്വതന്ത്രമാകട്ടെ. ഇതിൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ വിട്ടുപോകട്ടെ. മനസ്സ് സ്വതന്ത്രമാകട്ടെ. മനസ്സ് സ്വതന്ത്രമാകട്ടെ. എല്ലാ ഭാരങ്ങൾ വിട്ടുപോ. എല്ലാം ഒരു വിലക്കം പോലെ വിട്ടുപോ. ശ്വാസം എടുത്ത് വിടുന്നുണ്ട്. ശ്വാസം എടുത്തേ 7 പ്രാവശ്യം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. ഒരു 3 സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ ഇന്നലെ രാത്രിയിൽ എനിക്ക് കാലിലും വണ്ണയിലും മസിൽ കയറുന്ന ഒരു അസുഖമുണ്ട്. ഉറക്കത്തിൽ അത് മറ്റേ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി കഴിഞ്ഞെങ്കിലേ ഇറങ്ങി പോവുള്ളൂ. 4 ദിവസത്തേക്ക് കടുത്ത വേദനയായിരിക്കും. രാത്രിയൊക്കെ ഞാൻ നല്ല വേദനയുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ദാസനിങ്ങനെ കഴുത്ത് വേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും എൻ്റെ കാലിൽ കൈവച്ച് ആ വേദന പൂർണ്ണമായിട്ട് മാറി. അതുപോലെ ദാസൻ ചോദിച്ചു, ചങ്കില് വേദന കാര്യം പറഞ്ഞു. ഏകദേശം ഒരു 3 ആഴ്ചക്ക് മുമ്പ് 10-20 ദിവസത്തോളം എനിക്ക് നെഞ്ചുവേദനയായിട്ട് വലിയ വിഷമത്തിലായിരുന്നു. ഞാൻ ജോലിയൊന്നും ചെയ്യാതെ, എപ്പോഴും ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്, ജോലി ചെയ്യാതെ വീട്ടിൽ വെറുതെ ഇരുന്ന് ഇപ്പോൾ മക്കൾ ചോദിച്ചു എന്താ പറ്റിയ. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹോസ്പിറ്റലിൽ പോകാണ്ട് ഇരുന്ന മോൻ പിന്നെ എൻ്റെ മുകളിലോട് വിളിച്ച് പറഞ്ഞു, അച്ചാച്ചന് ചങ്കിലേദനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോകില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോള് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. എല്ലാ ചെക്കപ്പൊക്കെ നടത്തി, എക്കോ ECG എല്ലാം നടത്തി. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കടുത്ത വേദനയായിരുന്നു. പിന്നെ ജോയ് ബ്രദർ എറണാകുളത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുറവുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നല്ല വിഷമം തീർത്ത് മാറി കിട്ടി. ശ്വാസം എടുക്കുമ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു. അതേപോലെ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് കൂടുതൽ ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കണ്ണിൽ മൊത്തത്തിൽ ഇരുട്ട് കയറി ബൈബിളിലെ വർഷങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ദാസൻ പ്രാർത്ഥിച്ചെങ്കിൽ എനിക്ക് അരമണിക്കൂറെങ്കിലും തുടർച്ചയായിട്ട് ബൈബിൾ വായിക്കാമായിരുന്നല്ലോ. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ദാസൻ്റെ ലൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കണ്ണിൽ കൈവെക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പുസ്തകം എടുത്ത് നോക്കി, എനിക്ക് അക്ഷരം നല്ല വ്യക്തമായിട്ട് കുറച്ച് വായിക്കാൻ പറ്റും. അതേപോലെ എൻ്റെ സ്റ്റേജിലുള്ള കടുത്ത വെട്ടത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണിലൂടെ എപ്പോഴും വെള്ളം ഒഴുകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ വാഹനത്തിൻ്റെ ഒക്കെ തീക്ഷ്ണമായ വെട്ടം അടിക്കുമ്പോൾ
എൻ്റെ കണ്ണിൻ്റെ കാഴ്ച വലിയ വിഷമമായിരുന്നു. ഞാൻ വാഹനം 2 വീലറൊക്കെ ഒതുക്കി നിർത്തിയിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് രാത്രിയെങ്കിലും പോകാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ഉള്ള വിഷമം കുറഞ്ഞു. കണ്ണിക്കൂടെ വെള്ളം ഒഴുകുന്നില്ല. കർത്താവ് അനുഗ്രഹത്തിന് നന്ദി പറയുന്നു, സ്വർഗത്തിന് നന്ദി പറയുന്നു, അഭിഷേകത്തിന് നന്ദി, കർത്താവ് ദാസിനും ദാസിക്കും നന്ദി പറയുന്നു. പ്രൈസ് ലോർഡ്. ഇന്നിവിടെ കടന്നു വരുവാൻ, പ്രത്യേകിച്ച് അടിമാലി ദേശത്ത് കടന്നു വന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുവാൻ എന്നെ ദൈവം അനുഗ്രഹിച്ചതിനോർത്ത് ലാസ്റ്റത്തെ പ്രയറിൽ മദ്യപാനികളുടെ ആ തലമുറകൾക്ക് വേണ്ടി ബന്ധിച്ച് പ്രാർത്ഥിച്ചതിലൂടെ എൻ്റെ അനേക തലമുറയിലേക്ക്, പ്രത്യേകിച്ച് ഞാനൊരു വലിയൊരു മദ്യപാനി കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ്. ഞാനും എൻ്റെ അടിമയായി മാറിയതാണ്. അവിടെ നിന്നാണ് കർത്താവ് എന്നെ പൊക്കിയെടുത്ത് വന്നത്. അതായത് പന്നികളുടെ നടുവിൽ നിന്ന് നമ്മളെ പൊക്കിയെടുക്കുക അല്ലെങ്കിൽ എണീപ്പിക്കുക എന്ന് പറഞ്ഞ പോലെയായിരുന്നു എൻ്റെ ഒരു ജീവിതം. ജനിച്ച് വീണത് മദ്യപാനിയായ ഒരു കുടുംബത്തിൽ, നരകം പിടിച്ച ഒരു കുടുംബത്തിലാണ്, തലമുറകളുടെ നടുവിലാണ് ഞാൻ ജനിച്ച് വീണത്. അവിടെ നിന്ന് എത്രമാത്രം ഒരു അവസ്ഥയാണ്, ആ ഒരു വലിയൊരു അവസ്ഥയാണ് മദ്യപാനത്തിൻ്റെ അവസ്ഥകൾ എന്നൊക്കെ പറയുമ്പോൾ. അവിടെ എല്ലാ ദിവസവും രാത്രിയിൽ സ്വന്തം അപ്പന് മദ്യപിച്ച് വന്നിട്ട് വീട്ടിലുണ്ടാകുന്ന ലഹള, അതുപോലെ അവിടെ ഉണ്ടാകുന്ന ഒച്ചപ്പാടുകൾ, സാധനങ്ങളെടുത്തെല്ലാം വലിച്ചെറിയുന്നത്, അതെല്ലാം എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു വലിയൊരു അപകർഷബോധം അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 4 പേരുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ മുഖത്തോട് മുഖം സംസാരിക്കാനെല്ലാം കൃപ ലഭിച്ചത്, അനുഗ്രഹം ലഭിച്ചത്. ഞാൻ രാവും പകലും പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ തലമുറകൾ, എൻ്റെ ചാർച്ചക്കാരെല്ലാം അതിൻ്റെ അടിമത്തത്തിൽപ്പെട്ടതാണ്. ഒരു കുടുംബം പോലും രക്ഷപ്പെട്ടിട്ടില്ല. അതിൻ്റെ നടുവിൽ നിന്നാണ് ദൈവം എന്നെ രക്ഷിച്ചെടുത്തത്. ഞാൻ ഒരുപാട് നാൾ പ്രാർത്ഥിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന ലഭിക്കുവാൻ വേണ്ടി. ഇന്ന് ഈ ശുശ്രൂഷ എനിക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ അനേകം തലമുറ അതിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതം മാറി മറയുവാൻ കർത്താവ് ഈ ശുശ്രൂഷയോടെ എന്നെ അനുഗ്രഹിച്ചു. ഈ 2 ശുശ്രൂഷയിൽ ദൈവം എന്നെ വിളിച്ച് എൻ്റെ ജീവിതം മാറ്റി മറിച്ചതിനോർത്ത്, അനുഗ്രഹിച്ചതിനോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസർക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്.